ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ചായിരിക്കുവാൻ ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ സന്നിധിയിൽ തന്നെ പ്രതീക്ഷയോടും പ്രത്യാശയോടുമായിരിക്കുവാൻ സർവ്വശക്തനായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നല്ല കർത്താവിനെ സ്തുതിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവെ. ഒരുമിച്ച് ആ കർത്താവിനെ അധരങ്ങളെ തുറന്ന് സ്തുതിച്ചാട്ടെ. ഒരവസരം കൂടെ നൽകി തന്ന നല്ല കർത്താവിനെ, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുതിയ വാതിലുകളെ നമുക്ക് മുമ്പിൽ തുറന്നിട്ട് തന്ന നല്ല കർത്താവിനെ ഇന്ന് പകലിലും ആ സ്നേഹം തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ മക്കൾ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി രാജാവേ, നന്ദി കർത്താവെ. അങ്ങയുടെ സ്നേഹത്തിനായി പ്രതീക്ഷിക്കുവാൻ തക്കവണ്ണം, മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് മുമ്പിൽ പ്രതീക്ഷയുടെ വാതിലുകളെ തുറന്നിട്ടിരിക്കുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം കടന്നു വന്നായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ലൈവിൽ ഞങ്ങളെ വീക്ഷിക്കുവാൻ പോകുന്ന ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അതെ, ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ നല്ലൊരവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയരെ, ഇതൊരു പദവിയാണ്, ഇത് അസുലഭമായ ഒരു അനുഭവമാണ്. കാരണം നമ്മൾ സർവശക്തനൊപ്പം ആയിരിക്കുന്നു. ഈ ലോകത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഉള്ള വ്യക്തികൾക്കൊപ്പം നാം ആയിരിക്കുന്ന സമയത്തേക്കാൾ, ഈ ലോകത്തിലെ ശ്രേഷ്ഠന്മാർക്കൊപ്പം നാം ആയിരിക്കുന്ന സമയത്തേക്കാൾ, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾക്ക് നിവർത്തി വരുത്തി തരുവാൻ കഴിവുള്ള ചിലർക്കൊപ്പം നാം ആയിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന സമയത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായത് ചെയ്യുവാൻ കഴിയുന്ന നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. കേൾക്കണമേ, ഈ ലോകത്തിൽ നമ്മെ സഹായിക്കുവാൻ കഴിയുന്നവരുണ്ട്, സഹായിക്കുവാൻ കഴിവുള്ളവരുണ്ട്, നമ്മെ ചേർത്ത് നിർത്തുവാൻ പ്രാപ്തിയുള്ളവരുണ്ട്. എന്നാൽ പലപ്പോഴും അവർക്ക് അതിന് മനസ്സ് കാണത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് സഹായിക്കുവാൻ കഴിവ് മാത്രമല്ല, മനസ്സും ഉണ്ട്. ചേർന്ന് നിൽക്കുന്നവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ ഒരമ്മയെ പോലെ ആശ്വാസം നഷ്ടപ്പെട്ട് തകർന്ന ഹൃദയത്തോടെ മടുത്ത മനസ്സോടെ ഇതിനകത്തായിരിക്കുന്ന പ്രിയരെ കേൾക്ക്, നിങ്ങളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ, ഒരമ്മയെ പോലെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് മനസ്സുണ്ട്. ഒരപ്പനെ പോലെ നിങ്ങളുടെ ജീവിതം സുരഭിലമാകുവാൻ വേണ്ടത് കരുതി തരുവാൻ എൻ്റെ അപ്പന് കഴിവുണ്ട്. അതെ, ഒരപ്പനായി അവൻ മക്കൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് അനുഭവിക്കുവാൻ ചേർന്നിരിക്കുന്ന നിങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ കരുതലുകൾ അനുഭവിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന് അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യവും, ഒപ്പം മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുമല്ലോ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഒപ്പം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. മത്തായി 19:14. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ഒരു നിമിഷം കൂടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് പകലിലും അപ്പൻ്റെ മാറ്റമില്ലാത്ത വചനം, 2000 വർഷങ്ങളായി സഭയെ നിലനിർത്തുന്ന അപ്പൻ്റെ വചനം, ഭക്തലക്ഷങ്ങളെ ആമോദത്തിൽ ആറാടിക്കുമാറാക്കുന്ന അപ്പൻ്റെ വചനം, ശത്രുവിനെ ജയിക്കുവാനും പ്രതിസന്ധികൾ അതിജീവിക്കുവാനും തക്കവണ്ണം ബലം പകരുന്ന അപ്പൻ്റെ വചനം. ആ വചനത്തിന് മുമ്പിലായിരിക്കുന്നവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തിയാട്ടെ. ഇന്ന് ഈ വചനത്തിലൂടെ അപ്പാ എന്നോട് സംസാരിക്കണമേ. അപ്പാ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. അപ്പാ, ഇന്ന് ഞാൻ പ്രതീക്ഷയോടെ കടന്നു വന്നത് പ്രാപിച്ചു മടങ്ങുവാനുള്ള അനുഭവം എനിക്ക് തരയണമേ. ഈ വചനം, നിങ്ങൾ കേട്ട വചനം നിങ്ങളെ ശുദ്ധരാക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ വചനത്താൽ ശുദ്ധിയുള്ളവരായി, ഈ വചനത്താൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളവരായി മാറുവാൻ സ്വർഗമേ സഹായിക്കണമേ. ഇവരിലെ രോഗികൾ ഇന്ന് വചനത്താൽ സൗഖ്യമാക്കപ്പെട്ടെ. ഇവരിലെ തളർന്നവർ, ഇവരിലെ തകർന്നവർ, ഇവരിൽ നിരാശപ്പെട്ടായിരിക്കും ഇന്ന് പുതുശക്തിയോടെ പുത്തൻ ബലത്തോടെ എഴുന്നേൽക്കട്ടെ. ഇന്ന് അപ്പന്റെ നാമം ഇവരിലൂടെ, ഇവരായിരിക്കുന്ന സ്ഥാനങ്ങൾ ഇവർ കടന്നു ചെന്ന് എത്തുന്നിടത്തൊക്കെയും ഉയരുന്ന അത്ഭുതത്തിന്റെ പകൽക്കാലമായി മാറട്ടെ. കർത്താവേ, ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളിലൂടെ ദേശം അറിയുവാൻ തക്കവണ്ണം അപ്പാ ഈ പകലിൽ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. മഴയായി
മഞ്ഞായി ഇന്ന് പകലിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നിറയുവാൻ തക്കവണ്ണം വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടിയനും ശ്രേഷ്ഠത പറയുവാൻ ഒട്ടുമുള്ളവനല്ല, നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാമത്തെ വാക്യവും ഒപ്പം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാമത്തെ വാക്യവും. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. ആ ഭാഗത്തിൽ നിന്ന് ഒരാലോചന, ഒരു ദൂത് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു കൽപ്പന ഒരു വലിയ കൂട്ടം കേൾക്കുകയാണ്, അല്ലെങ്കിൽ അവൻ ഉഗ്രശാസനത്തോടെ പറയുകയാണ്, അവരെ തടുക്കരുത്, ശിശുക്കളെ തടുക്കരുത്. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ ഓടിക്കൂടുന്ന എന്നെയും നിന്നെയും തകർത്ത് കളയുവാൻ, വഴിയിൽ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കുന്ന ചില ശത്രുക്കളോട് കർത്താവ് എന്ന് പറയുക, അവരെ തടുക്കരുത്. നീ പ്രാപിക്കേണ്ടത്, പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അതേ ദൈവസന്നിധിയിൽ നിന്ന് മാതാവേ, പിതാവേ, നീ പ്രാപിച്ചെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന വാത്സല്യ സഹോദര, നീ പ്രാപിച്ചെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന താങ്ക് യു ലോർഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മാറ്റുന്ന, ഇന്നത്തെ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും അറുതി വരുത്തുന്നത്, പ്രാപിച്ചെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചിലരെ നോക്കി, ചില വ്യക്തികളെ നോക്കി, അതെ, അത് മനുഷ്യരാകട്ടെ, അത് സാഹചര്യങ്ങളാകട്ടെ, അത് പിശാചാകട്ടെ, പിശാച് ഉയർത്തുന്ന വെല്ലുവിളികളാകട്ടെ, ഇനി നിന്നെ ഒന്നിനും തടഞ്ഞു നിർത്തുവാൻ കഴിയത്തേ ഇല്ല. ദൈവ സന്നിധിയിൽ നിന്ന് നീ പ്രാപിക്കുന്നതിന് തടസ്സം നിൽക്കുവാൻ ഒരു പന്ന പിശാചിനും കഴിയത്തേ ഇല്ല. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതെ, ചില തടസ്സങ്ങൾ മാറുക. ദൈവസന്നിധിയിൽ നിന്ന് നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയാതാക്കുന്ന വിധത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല തടസ്സങ്ങൾ, നന്മകൾക്ക് വിരോധമായി, അനുഗ്രഹങ്ങൾക്ക് വിരോധമായി, ശുശ്രൂഷയ്ക്ക് വിരോധമായി, അതേ ശുശ്രൂഷക നിന്നോട് ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, തടഞ്ഞു വെക്കുന്ന ചിലതുണ്ട്. ശിഷ്യന്മാരുടെ കൂട്ടം ശിശുക്കളെ തടഞ്ഞു നിർത്തിയപ്പോൾ ശിഷ്യന്മാരിലും വലുതായി ശിശുക്കളെ കണ്ട കർത്താവ് ഇന്ന് പകലിൽ നിന്നെ അവൻ കാണുന്നുണ്ട്. ചില പേരുള്ള പെരുമയുള്ളവരെ മാറ്റി നിർത്തി നിന്നെ അവന്റെ അടുക്കൽ ചേർത്ത് നിർത്തി നിന്നെ അവൻ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ചില തടസ്സങ്ങൾ ഇന്ന് മാറുക. ആമേൻ, ഹല്ലേലൂയ. നീ പ്രാപിക്കേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന സ്തോത്രം, ചില വ്യക്തികളുടെ വാക്കുകൾ നിന്നെ വല്ലാതെ മാനസികമായി നിരാശപ്പെടുത്തുന്നുണ്ട്. ചില വാക്കുകൾ നിന്നെ തളർത്തി കളയുന്നുണ്ട്. ചില വാക്കുകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്, നിന്നെ മടുപ്പിക്കുന്നുണ്ട്. കേൾക്ക്, നിന്റെ മടുപ്പ് മാറിപ്പോകും വിധത്തിൽ ദൈവ സന്നിധിയിൽ നിന്ന് ഇന്ന് നീ പ്രാപിക്കുവാൻ യേശുവിൻ നാമത്തിൽ നിന്നെ മടിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ നിന്നെ മടിപ്പിക്കുന്നുണ്ട്. ചില അനുഭവങ്ങൾ, ഒത്തിരി നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി നാളായി ഞാൻ കരയുന്നുണ്ട്, ഒത്തിരി നാളായി ഞാൻ നിൽക്കുന്നുണ്ട് കർത്താവേ, എന്നിട്ടും എനിക്കത് പ്രാപിക്കുവാൻ കഴിയുന്നില്ലല്ലോ, എന്നിട്ടും ആ സന്തോഷം എൻ്റെ വീട്ടിനകത്ത് വരുന്നില്ലല്ലോ, എന്നിട്ടും എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ, എന്നിട്ടും ഞാൻ കാത്തിരുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ. വേദനപ്പെടുക മാതാവേ, വേദനപ്പെടുക സഹോദര. കേൾക്ക്, ചില സാഹചര്യങ്ങൾ നിനക്ക് തടസ്സമായി നിൽക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ നിന്റെ ആഗ്രഹം അതാ, എനിക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ചിലർക്ക് ആഗ്രഹമുണ്ട്, സ്തോത്രം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കർത്താവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി കൊടുക്കണം, ഏറ്റവും നല്ലത് കർത്താവിന്റെ സന്നിധിയിൽ ചെയ്യണം. ചില സാഹചര്യങ്ങൾ, തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് പകൽ വിശുദ്ധ സഭാരാധന മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിനക്ക് തടസ്സമായി നിൽക്കുന്ന ചില തടസ്സങ്ങളെ എന്റെ യേശു മാറ്റുക. താങ്ക് യു ലോർഡ്. ചില വ്യക്തികളെ യേശു ശാസിക്കുക. യേശുവിൻ നാമത്തിൽ അവൻ ചില ആജ്ഞകളെ യേശു ശാസിക്കുക. ചില പൈശാചിക സ്വാധീനങ്ങളെ, ചില അവകാശവാദങ്ങളെ യേശുവിൻ നാമത്തിൽ വിടത്തില്ല എന്ന് പകൽ മുഴുവനും നീ പ്രാർത്ഥിച്ച് ദൈവവചനം കേട്ട് ശക്തിപ്പെട്ടാലും രാത്രി നിന്റെ ഉറക്കിറക്കകത്ത് കടന്നു വന്ന് നിന്നെ മടിപ്പിച്ചു കളയുന്ന മതിയെന്ന് നിലവിളിച്ച് കരയുമാറാക്കുന്ന ആ പന്നപിശാചിനെ, തടസ്സം നിൽക്കുന്ന പന്നപിശാചിനെ യേശു ശാസിക്കുക. താങ്ക് യു ലോർഡ്.
ഹല്ലേലൂയ. വെല്ലുവിളി ഉയർത്തുന്ന പിശാചിനെ, വിരോധമായി നിൽക്കുന്ന പിശാചിനെ, ചില രോഗങ്ങളെ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് തടസ്സമായി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിന് തടസ്സമായി, നന്മ പ്രാപിക്കുന്നതിന് തടസ്സമായി, നീ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പ്രാപിച്ചെടുക്കുന്നതിന് തടസ്സമായി വെളിപ്പെട്ട് നിൽക്കുന്ന ചില രോഗങ്ങളെ എൻ്റെ യേശു ഇന്ന് സൗഖ്യമാക്കിയ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിനക്ക് പ്രയോജനപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ നന്മയുടെ വഴിയടച്ച് നീ കർത്താവിന്റെ അടുക്കലേക്ക് രണ്ട് ചുമട് വയ്ക്കുമ്പോൾ ദാരിദ്ര്യമായി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന, നിന്റെ കീശയിലുള്ളതിനെ പോലെ കവർന്നെടുത്ത് കളയുന്ന അതെ ആ പൈശാചിക മണ്ഡലത്തെ എൻ്റെ യേശു ഇന്ന് ശാസിക്കുക. നിങ്ങളെ ഇനി തടുക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. അവന്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന്, അവന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നതിൽ നിന്ന് പ്രാർത്ഥന ശാഖാരത്തിന് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ കൽപ്പനയാ. ആ കൽപ്പന കേൾക്കുന്നതാരാ? അവന്റെ ശിഷ്യന്മാർ. പ്രിയ ശിഷ്യന്മാർ കേൾക്കുകയാണ്, അവരെ തടുക്കരുത്. നീ പ്രതീക്ഷയോടെ കർത്താവിന്റെ അടുത്തേക്കെങ്കിൽ ശിഷ്യന്മാരാകട്ടെ, ശത്രുക്കളാകട്ടെ, മിത്രങ്ങളാകട്ടെ, പിശാചാകട്ടെ, ആരായിരുന്നാലും യേശു അവരെ ശാസിക്കും. ആമേൻ. നിന്നെ അവനോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും അവൻ ശാസിക്കുക തന്നെ ചെയ്യും. ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ശിശു അല്ലെങ്കിൽ ശിശുക്കളെ പോലെ ആയി വരിക, ശിശുക്കളെ തടുക്കരുത്. ഇന്ന് 3 ശുശ്രൂഷകൾ ഈ വചന ശുശ്രൂഷയോട് അനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ആ 3 വിഷയങ്ങളിലും പ്രധാനമായി നിൽക്കുന്നത് ശിശു എന്ന ഒരു ഭാവം അല്ലെങ്കിൽ ശിശു എന്ന ഒരു കാലഘട്ടം തന്നെയാണ്, ആ ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ആ വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നോക്കൂ, കർത്താവ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. എങ്ങനെ എനിക്ക് ഈ മുതുക്കനായ എനിക്ക് അല്ലെങ്കിൽ ഈ മസൽമാനായ എനിക്ക് എങ്ങനെയാണ് ഇനി യൗവനയുക്തനായ എനിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പോലെ ഒരു ശിശുവിനെ പോലെ ആകുവാൻ കഴിയുന്നത്? ഒരിക്കലും അത് സാധ്യമല്ല. സ്തോത്രം. ഒരിക്കലും അതിനൊരു സാധ്യതയില്ല, ഒരു സ്കോപ്പില്ല. എന്നാൽ കേൾക്കണമേ, അക്ഷരികമായി അല്ല കർത്താവായ യേശു ക്രിസ്തു അത് പറഞ്ഞത്. മനസ്സുകൊണ്ട് നിങ്ങൾ മാറണം. എങ്ങനെ? ശിശുക്കളെ പോലെ മനസ്സുകൊണ്ട് നിങ്ങൾ മാറണം. ശരീരം കൊണ്ടൊരു മാറ്റമല്ല. ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ന് ലോകം നമ്മെ ശരീരം കൊണ്ട് മാറ്റിപ്പിക്കുവാൻ വേണ്ടി പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആരെങ്കിലും നമ്മുടെ അടുക്കൽ വന്നാൽ അല്ലെങ്കിൽ നാം ആരുടെയെങ്കിലും അടുക്കൽ കടന്നു പോയാൽ അവർ നമുക്കൊരു നോട്ട് തരും. നമ്മൾ എങ്ങനെയൊക്കെ മാറണം, നമ്മളെങ്ങനെ മുടി ചീകണം, നമ്മളെങ്ങനെ വസ്ത്രമിടണം, നമ്മളെങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ എഴുന്നേൽക്കണം, എങ്ങനെ സംസാരിക്കണം. ശാരീരികമായി മാറ്റം വരുത്തുവാൻ ശ്രമിക്കുന്ന ലോകത്തിന് മധ്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു ശാരീരികമായ മാറ്റത്തെക്കുറിച്ചല്ല പറഞ്ഞത്, മാനസികമായ ഒരു മാറ്റത്തെക്കുറിച്ച് അത്രേ. അതെ, നിങ്ങൾ ശിശുവായി മാറേണ്ടി ഇരിക്കുന്നു. അത് തന്നെയാണ് നിക്കോദെമോസ് എന്ന് പറഞ്ഞ ആ പരീക്ഷനോടും കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. കേൾക്കണമേ, അവിടെയും ശിശുവിനെക്കാൾ താണൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ തനിക്ക് മുമ്പിലായിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ഉപദേശിക്കുകയാണ്. പുതുതായി ജനിക്കുക, ഒന്നേന്ന് ജനിക്കുക. നമ്മെ പോലെ ആ മനുഷ്യനും സംശയമുണ്ടായി. ഉടനെ തന്നെ ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഇനി എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പോയി ഒന്നേന്ന് ജനിച്ചു വരുവാൻ, ഒരിക്കൽ കൂടി ജനിക്കുവാൻ എനിക്ക് കഴിയുമോ? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ചിന്ത തെറ്റാണ്. ആമേൻ. നിങ്ങൾ ശരീരം കൊണ്ട് മാത്രം കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ ശ്രമിക്കുന്നു, നിങ്ങൾ ബുദ്ധി കൊണ്ട് മാത്രം കാര്യങ്ങളെ തിരിച്ചറിയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് ആത്മാവുള്ളവൻ തിരിച്ചറിയും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകകാരൻ പറഞ്ഞത്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഒരു മാറ്റം, ശിശുവിനെ പോലെ ആയി മാറണം. എന്താണ് കർത്താവ് യേശു ക്രിസ്തു ആ ഒരു മാറ്റത്തിലൂടെ അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഞാനും നിങ്ങളും അவ்விധത്തിൽ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഈ ലോകത്തിലെ അപ്പനിൽ നിന്ന്, ഈ ലോകത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത അറിവുകളും ബുദ്ധിയും എക്സ്പീരിയൻസും എല്ലാം മാറ്റിവെച്ച് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ മകനായി
മകളായി ജനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എവിടെയാണ് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉള്ളത്? എവിടെയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ദൈവിക വിടുതലുകൾ ഉള്ളത്? ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന വിടുതലുകൾ അത് ഈ ലോകത്തിൽ ലോക മനുഷ്യനായി എനിക്കും നിങ്ങൾക്കും ലോകത്തുള്ള എല്ലാവർക്കും നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് പലപ്പോഴും. എന്നാൽ അതിനപ്പുറമായി ദൈവത്തിൽ നിന്ന് ഭക്തൻ പ്രാപിച്ചെടുക്കേണ്ട, ദൈവം നൽകുന്ന ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്ത സമാധാനത്തിന്റെ സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങളുണ്ട്. അതേക്കുറിച്ച് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവരാജ്യത്തിന്റെ അനുഭവം ഭക്ഷണവും പാനീയവുമല്ലാത്ത പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാനും പ്രത്യാശിക്കുവാനും കഴിയുന്ന അവസ്ഥ. ശിശുക്കളായി മാറുന്നവർക്ക് ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ആ അവസ്ഥ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. പ്രതീക്ഷയില്ല, നാളെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല, ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഒരു ആഗ്രഹം പോലും മനസ്സിൽ വച്ചയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികൾ സമ്മർദ്ദങ്ങൾ ഏറി വരുമ്പോൾ എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. കാരണം ശിശുവായി ദൈവമില്ലാത്തവരായി മാറുവാൻ ഈ ലോകത്തിൽ അനേകർക്ക് കഴിയുന്നില്ല. ഈ ലോകത്തിൽ നമ്മെ ജനിപ്പിച്ച ആ അപ്പൻ മുഖാന്തരം നമ്മൾ കണ്ടെത്തിയ അറിവുകൾ, ഈ ലോകത്തിൽ നിന്ന് നാം ആർജിച്ചെടുത്ത സകലത്തെയും മാറ്റിവെച്ച് അതേ പിതാവായ ദൈവത്തിന്റെ മക്കളായി ജനിക്കുവാൻ, ശിശുക്കളായി മാറുവാൻ തയ്യാറാകുമെങ്കിൽ ഈ ലോകത്തിന് നൽകുവാൻ കഴിയാത്തത് നൽകി തരുവാൻ നമ്മുടെ കർത്താവിന് ഉണ്ട്, കർത്താവിന്റെ പക്കൽ ഉണ്ട്. അതെ, അപ്പന്റെ മക്കളായി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവമുള്ളവനായി മാറുക, ശിശുവായി മാറുക. അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ദൈവമുള്ളവനായി മാറുക. ഒരു നിമിഷം നിങ്ങൾ ചോദിച്ചു നോക്കുക, ഞാൻ ദൈവമുള്ളവനാണോ? ഞാൻ ദൈവമുള്ളവളാണോ? ദൈവമുള്ളവനാണ്, ദൈവം ഉള്ളവളാണെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ചൊല്ലി വിചാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ദൈവം കരുതിക്കൊള്ളും. ഇന്ന് ഇതിനകത്തായിരിക്കുമ്പോൾ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടായിരിക്കുന്നുണ്ട്. എങ്ങനെ എന്തായിത്തീരും? ഈ അവസ്ഥ തുടർന്നാൽ എത്ര നാളിങ്ങനെ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും? നിന്റെ വിചാരത്തിന് നീ ദൈവമുള്ളവനാണെങ്കിൽ സ്കോപ്പില്ല, നിന്നെ കുറിച്ച് ദൈവം വിചാരപ്പെട്ടുകൊള്ളും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിചാരമുള്ളതിനേക്കാൾ വിചാരമുള്ള സ്വർഗീയനായൊരു പിതാവ് എനിക്കും നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾ ദൈവമുള്ളവനായി മാറുമെങ്കിൽ, നിങ്ങൾ ദൈവമുള്ളവരായി ജീവിക്കുമെങ്കിൽ, ശിശുക്കളെ പോലെ തിരിഞ്ഞു വരുവാൻ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിധത്തിലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ആമേൻ. അപ്പോൾ എന്താണ് ശിശുക്കളായി മാറുമ്പോൾ നമ്മൾ ദൈവമുള്ളവരായി മാറും? അല്ലെങ്കിൽ ആ അനുഭവം എന്ത് മാറ്റം ഉണ്ടാക്കും? എങ്ങനെ ആ മാറ്റം ദൈവസന്നിധിയിൽ നമ്മെ കൊണ്ടുചെന്നെത്തിക്കും? എങ്ങനെ ആ മാറ്റത്തിലൂടെ നമുക്ക് പ്രാപിക്കുന്നവരായി മാറുവാനായിട്ട് കഴിയും? ചില കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ശിശുക്കളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ തന്നെ താൻ താഴ്ത്തുന്ന അനുഭവമാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മീൻസ് താഴ്മയുണ്ടാകും. ആമേൻ. ദൈവമുള്ളവന് താഴ്മയുണ്ടാകും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴാണ് ഒരു പ്രശ്നത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മുമ്പിൽ താഴുവാൻ, സമാധാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകുന്നത്? നമ്മൾ ദൈവം ഉള്ളവരായി മാറുമ്പോൾ. ദൈവമുള്ളവരായി മാറുന്നവൻ ചെറിയവനായതുകൊണ്ടല്ല, മുൻപിലായിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ ദൈവം എനിക്കൊപ്പം ഉള്ളത് കൊണ്ട് ഇവനൊപ്പം വഴക്ക് കൂടി കളയുവാൻ എനിക്ക് സമയമില്ല എന്ന് തിരിച്ചറിവാണ് ആമേൻ ദൈവമുള്ളവന് താഴ്മയുണ്ടാക്കുന്നത്. ആമേൻ. താഴ്മ, ആമേൻ, അത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, ഏതെങ്കിലും ഒരു ശിശു, ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ അരഞ്ഞാണത്തിന്റെ ചരടിന്റെ തുമ്പിലാണ് ഈ ഭൂമിയെ കെട്ടിയിട്ടിരിക്കുന്നത്, എൻ്റെ അരഞ്ഞാണത്തിൽ കെട്ടുള്ളത് കൊണ്ടാണ് ഈ ഭൂമി തെറിച്ചു പോകാത്തതെന്ന് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞും പറയത്തില്ല. പക്ഷെ നമ്മൾ പറയും. ആമേൻ. ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഉള്ളത് എന്ന് പറയുന്നവരാണ് നമ്മൾ. ആമേൻ. ഞാനില്ലെങ്കിൽ ഒന്നുമില്ല. ഭർത്താവ് പറയും, ഞാനുള്ളത് കൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഭാര്യ പറയും, ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. മക്കൾ പറയും, ഞങ്ങളില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇവിടെ നിന്ന് തിരിഞ്ഞു വരണം. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ മിടുക്ക്, നമ്മൾ ആർജിച്ചെടുത്തത്, നമ്മൾ നേടിയെടുത്തത്, ഇതിനെല്ലാം മുകളിൽ കയറി വലിയ മനുഷ്യരായി നിൽക്കുക. നമ്മളങ്ങ് ഒരുപാട് വളർന്നു പോയി. എവിടം വരെ എന്ന് ചോദിച്ചാൽ ദൈവത്തെക്കാളും പലപ്പോഴും മനുഷ്യൻ വളർന്നു പോവുകയാണ്. ഹല്ലേലൂയ. അവൻ രൂപക്കൂടുകൾ കെട്ടി മനുഷ്യനെ ദൈവത്തെ അതിനകത്താക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു ചിന്തയുണ്ട്, ഈ ദൈവം അവിടെ ഇരുന്നോട്ടെ, ഈ ദൈവം എനിക്കൊപ്പം വന്ന് ഇനിയിപ്പം എന്നെയും അവനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുവാൻ ഒരു അവസരം കൊടുക്കേണ്ട. പ്രിയരെ,
ഈ ചിന്ത ലോക മനുഷ്യരിൽ മാത്രമല്ല, നമ്മിലുമുണ്ട്. ഭക്തന്മാരായ നമ്മിലുമുണ്ട്. എന്താ? ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട്, ഞാൻ ഉപവസിച്ചതുകൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സഭയുടെ മിടുക്ക് കൊണ്ട്, എൻ്റെ സംഘടനയുടെ മിടുക്ക് കൊണ്ട്, എൻ്റെ സമുദായത്തിൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന മുതിർന്ന വ്യക്തികൾ. ആമേൻ. ആ മുതിർന്നവർ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ശിശുക്കളെ കർത്താവ് ചേർത്ത് പിടിക്കും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുതിർന്നവരെ ഒന്നും എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല. എല്ലാം തികഞ്ഞവനെ ഒന്നും എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല. ഞാൻ സകലതും തികഞ്ഞു. ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. എൻ്റെ സഭയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. എൻ്റെ സംഘടന ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ. ഞങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നാലേ രക്ഷയുള്ളൂ. നിന്നെ എൻ്റെ യേശുവിന് ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ സംഭവം കേൾക്കാനൊക്കെ കൊള്ളാം. നമുക്കും അങ്ങനെയുള്ളവരുടെ വാക്കുകളാണ് കേൾക്കുവാൻ ഇഷ്ടം. ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയുന്നവരുടെ വാക്ക് കേൾക്കാനാണ് നമുക്കിഷ്ടം. അതുകൊണ്ടല്ലേ ആമേൻ നമ്മൾ ഭരിക്കുവാൻ അങ്ങനെയുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഒന്നും ചെയ്യണ്ട. 15 തന്നില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ പലതും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പിന്നെ വോട്ട് ചെയ്യുവാൻ തയ്യാറാവും. കാരണം ഇങ്ങനെ എന്തെങ്കിലും പറയുന്നവരെ ലോകത്തിന് ഇഷ്ടമാണ്. എന്തെങ്കിലും പറഞ്ഞ് ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തക്കട തരിപട പരിപാടി കാണിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കത്തില്ല. കേൾക്കണമേ, എന്തുകൊണ്ടാണ് നമ്മുടെ മിടുക്ക് എല്ലാം നമ്മളാണ് എന്ന് തോന്നുന്നത്? കാരണം ഒരു സത്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നാമും നമുക്കുള്ളതും ദൈവത്തിനും കൂടി അവകാശപ്പെട്ടതാണെന്ന സത്യം. ഹല്ലേലൂയ. നാമും നമുക്കുള്ളതും ദൈവത്തിനു കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള സത്യം മനുഷ്യൻ ത്യജിച്ചു കളയുമ്പോൾ അവൻ പറയും, ഞാനാണെല്ലാം, ഞാൻ മാത്രമാണ്. പ്രിയരെ, എല്ലാം ദൈവത്തിനും കൂടെ അവകാശപ്പെട്ടതാണ്. നമ്മുടെ ധനം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. മാനം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. പുകഴ്ച ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ആരോഗ്യം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. അന്തസ്സ് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. അത് ദൈവത്തിൽ എത്തിച്ചേരാതെ വരുമ്പോൾ നമ്മുടെ മിടുക്കാണ് പലതുമെന്ന് നമുക്ക് തോന്നും. ഹല്ലേലൂയ. നമ്മുടെ ധനം ദൈവസന്നിധിയിൽ ചിലവഴിക്കപ്പെടാതിരിക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യം കൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്ക് ദൈവത്തിന് പുകഴ്ച കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്ക് ദൈവത്തിന് അന്തസ്സ് നൽകുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്ക് ദൈവത്തെ മാനിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ പറയും, ഞാനാണ് എല്ലാം. നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെയുള്ളവരാണ് ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെ എത്തിച്ചേരാതിരിക്കരുത്. നോക്കൂ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. ഒരു ദേശം മുഴുവൻ ക്ഷാമത്തിലായിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഒരു ദേശം മുഴുവൻ പട്ടിണിയിലായിരിക്കുന്നു. ആഹാരമില്ല, വെള്ളമില്ല, വല്ലാത്തൊരവസ്ഥ. വെള്ളമുള്ള തോടൊക്കെ വറ്റിപ്പോയപ്പോഴാണ് കെരീത്തിൽ നിന്ന് ഏലിയാവ് എഴുന്നേറ്റ് വന്നത്. 17-ാം അധ്യായത്തിൽ ആ ഭാഗം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ആ സ്ത്രീയുടെ വീട്ടിനകത്ത്, സെരാഫത്തിലെ വിധവ എന്ന സ്ത്രീയുടെ വീട്ടിനകത്ത്, കർത്താവ് യേശുക്രിസ്തു പോലും പറഞ്ഞ ആ സ്ത്രീയുടെ വീട്ടിനകത്ത് എത്രയൊക്കെ കോരിയെടുത്തിട്ടും ഒരു ഭരണിയിലെ മാവ്, ഒരു കലത്തിലെ മാവ് തീരുന്നില്ല. എത്രയൊക്കെ ചരിച്ചൊഴിച്ചിട്ടും ഒരു ഭരണിയിലെ എണ്ണ വറ്റിപ്പോകുന്നില്ല. ശ്രദ്ധിക്കണമേ, എല്ലാവരും പട്ടിണിയിലാണ്. ദേശം മുഴുവൻ പട്ടിണിയിലാണ്. ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പോലും വെള്ളമില്ലാതെ കെരീത്തിൽ നിന്ന് ചാടി പുറത്തു വരേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ആ സ്ത്രീയുടെ ഭവനത്തിലെ കലത്തിൽ മാവ് കുറയുന്നില്ല, അർത്ഥം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എടുക്കുന്തോറും കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. എത്ര തന്നെ ചരിച്ച് കമഴ്ത്തിയിട്ടും എണ്ണ തീരുന്നില്ല. വീണ്ടും നൂത്ത് വയ്ക്കുമ്പോൾ എണ്ണ നിറയും. ആമേൻ. ചരിക്കുമ്പോൾ കിട്ടും, നൂത്ത് വയ്ക്കുമ്പോൾ എണ്ണ നിറയും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ നമ്മളാണെങ്കിൽ എന്ത് പറയും? ആമേൻ. ദേശത്തിൽ ഇറങ്ങി നിന്ന് പറയും, എടാ ഞാനൊക്കെയാണ്, എൻ്റെയൊക്കെയാണ് ജീവിതം, ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ജീവിക്കുവാനുള്ളത്. കാരണം കണ്ടില്ലേ, എൻ്റെ വീട്ടിൽ മാത്രമാണ് ദാരിദ്ര്യമില്ലാത്തത്, എൻ്റെ വീട്ടിൽ മാത്രമാണ് മാവിന് കുറവില്ലാത്തത്, എൻ്റെ വീട്ടിൽ മാത്രമാണ് എണ്ണയ്ക്ക് കുറവില്ലാത്തത്. എല്ലാം എൻ്റെ പക്കലുണ്ട്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാനാണ് ശരി. ആമേൻ. ഞാൻ കലമുള്ളവളായതുകൊണ്ട്, ഞാൻ ഭരണി, അതേ എണ്ണ പറ്റാത്ത ഭരണി ഉള്ളവളായതുകൊണ്ട് ഞാനാണ് ശരി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളാണെങ്കിൽ പറയത്തില്ലേ? ഞാനാണെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞു തിരിക്കും. ആമേൻ. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. മനുഷ്യരല്ലാതിരിക്കുന്നവരായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കണമേ. പക്ഷെ ആ സ്ത്രീ അങ്ങനെ ഒന്നും പറയുന്നില്ല. ആമേൻ.
നമുക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ. പക്ഷേ ആ സ്ത്രീ അത് പറയുന്നതേ ഇല്ല. കാരണം എന്താണെന്നറിയാമോ? ആ സ്ത്രീക്ക് ഒരു കാര്യം അറിയാം, ഇതെന്റെ കഴിവല്ല. ഒരു നിമിഷം ശ്രദ്ധിച്ചേ, ഇതെന്റെ കഴിവല്ല. എന്തുകൊണ്ടാ അത് അവളുടെ കഴിവല്ല എന്ന് ആ സ്ത്രീക്ക് ബോധ്യം വന്നത്? അതേ രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വചനം ഇவ்விധത്തിൽ വെളിപ്പെടുത്തുന്നു. അവൾ ആദ്യമേ ദൈവത്തിന് കൊടുത്തിട്ട് പ്രാപിച്ചവളാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച് തിന്നുവാൻ വേണ്ടി മാറ്റിവെച്ച അടയ്ക്ക് അവകാശം പറഞ്ഞൊരുത്തൻ വരിക കെരീത്തിന്റെ തോട്ടിൽ നിന്ന്. അതെ, ഏലിയാവെന്ന പ്രവാചകൻ. അവൻ അങ്ങോട്ട് പിടിവലി കൂടി. അവൾ പറയുക, അവസാനമായിട്ട് ഒരു അപ്പം തിന്നിട്ട് ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ചത്തോട്ടെ. അവൻ പറയുക, അങ്ങനെ നീ തിന്നിട്ട് ചാവണ്ട, അത്ര അത്യാവശ്യമാണെങ്കിൽ തിന്നാതെ ചത്തോ, അതെനിക്കിതാ, ഇത് ദൈവത്തിനുള്ളതാണ്. ആമേൻ. കൊടുത്തവളാണ്. കൊടുത്തവൾക്കറിയാം എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് കൊടുത്തവർക്കറിയാം, ദൈവത്തിന് മഹത്വം കൊടുത്തവർക്കറിയാം, ദൈവത്തിന് പുകഴ്ച കൊടുത്തവർക്കറിയാം, ദൈവത്തിന് ധനം ചിലവഴിച്ചവർക്കറിയാം, അതെ എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. കലത്തിൽ മാവ് കുറയുന്നില്ലെങ്കിൽ എന്റെ പിടിക്കല്ല, ആകാശത്തിന്റെ കിളിവാതിലുകൾ കലത്തിലേക്ക് തുറന്നിട്ടുണ്ട്. ഭരണിയിലെ എണ്ണ വറ്റി പോകുന്നില്ലെങ്കിൽ എനിക്കറിയാം ഭൂമിയിൽ നിന്നൊരു ഉറവ അതേ ഭരണിയിലേക്ക് തുറന്നിട്ടുണ്ട്. കൊടുത്ത ചിലരുടെ ഭവനങ്ങൾക്കകത്ത് അതേ നിറയുന്ന അനുഭവത്തെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ചിലത് ആമേൻ സ്തോത്രം കൊടുത്തു, അതുകൊണ്ട് ലോകം പരിഹസിച്ചേക്കാം, അതുകൊണ്ട് മനുഷ്യർ പരിഹസിച്ചേക്കാം, അതുകൊണ്ട് മറ്റുള്ളവർ നിന്ദിച്ചേക്കാം, അപമാനിച്ചേക്കാം. കേൾക്കണമേ, കൊടുത്ത കണ്ണ് ശൂന്യത കാണത്തില്ല. ആമേൻ. കൊടുത്ത കണ്ണ് ദൈവത്തിന്റെ സന്നിധിയിൽ നീ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് ശൂന്യത കാണത്തില്ല. അത് ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ എന്ന് പറഞ്ഞ് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് ശൂന്യത കാണത്തില്ല. അതെ, നിന്റെ ഭവനത്തിനകത്ത് ശൂന്യത കടന്നു വരത്തില്ല, തൊഴിലിടത്തിനകത്ത് ശൂന്യത കടന്നു വരത്തില്ല. അതെ, നിന്റെ ആത്മീയ ജീവിതത്തിൽ ആ ശൂന്യത ഉണ്ടാകത്തില്ല. നിന്റെ തലമുറകളുടെ ജീവിതം, അവർ ആയിരിക്കുന്ന സ്ഥാനം ശൂന്യമായി പോകുവാൻ യേശുവിൻ നാമത്തിൽ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി ചിലവഴിക്കുന്നവന്റെ ധനം വർദ്ധിക്കും. ആമേൻ. ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി ചിലവഴിക്കുന്നവന്റെ ധനം വർദ്ധിക്കും. ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്നവന് പുകഴ്ച ഉണ്ടാകും. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവന് ആരോഗ്യമുണ്ടാകും. ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നവന് അന്തസ്സുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ അന്തസ്സുള്ളവരായിട്ട് അത്രേ ഇതിനകത്ത് ഞാനായിരിക്കുന്നത്, എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെ കാണുമ്പോൾ ലോകം പരിഹസിച്ചേക്കാം, നിങ്ങളെ കാണുമ്പോൾ ലോകം കളിയാക്കിയേക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നത്തെ ലോകത്തിൽ മാതൃകയാക്കി ആരെങ്കിലും ചൂണ്ടിക്കാട്ടി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഈ പെന്തക്കോസുകാരനെ മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. വേറെ ഒരുത്തനും മാതൃകയാക്കി പറഞ്ഞു കൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. പണമുണ്ടെങ്കിൽ അവൻ പറയും, എനിക്ക് പണമുണ്ടല്ലോ, പിന്നെ ഞാൻ അല്പം കുടിച്ചാലെന്താ. ആമേൻ. സ്തോത്രം. നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും ഉണ്ടെങ്കിൽ അവൻ പറയും, എനിക്ക് ആൾ ബലമുണ്ടല്ലോ, അധികാരമുണ്ടല്ലോ, ഞാനൊരു പ്രശ്നത്തിൽ പോയി ഇറങ്ങിയാൽ എനിക്കെന്താ, എനിക്കൊപ്പം നിൽക്കുവാൻ ആളുണ്ടല്ലോ. ആമേൻ. ഈ ലോകത്തിൽ എല്ലാം ഉള്ളവനും അവൻ ലോക വഴികളിലേക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് നിരാശയും വേദനയും സമ്മാനിക്കുമ്പോൾ ഈ ലോകത്തിൽ വിലപ്പെട്ടതെന്ന് ലോകം പറയുന്ന പലതും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവന് അന്തസ്സുണ്ട്. ആമേൻ. നിങ്ങളുടെ മുൻപിൽ നിന്ന് കളിയാക്കിയാലും നിങ്ങൾ നടന്നു പോകുമ്പോൾ ചൂണ്ടിക്കാട്ടി പറയും, അവനെ പോലെ ജീവിക്ക്, അവളെ പോലെ ജീവിക്ക്. ഓ താങ്ക് യു ലോർഡ്, നിനക്കൊരു അന്തസ്സുണ്ട്. നീ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്കൊരു അന്തസ്സുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കൊടുക്കുന്നവന് മാത്രമേ കിട്ടുന്നതിൻ്റെ, ദൈവം തരുന്നതിൻ്റെ വലിപ്പം അറിയുവാൻ കഴിയത്തുള്ളൂ. ഈ കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് കാര്യം തീർന്നില്ല. ഈ കൊടുക്കൽ വാങ്ങൽ ലോകത്തിലും സംഭവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും, ആ സ്ത്രീ അത്ര ബുദ്ധിയില്ലാത്തവളാണ്, അവൾ കൊടുത്തു, അവൾക്ക് കിട്ടി, ഇത് വലിയ കാര്യമാണോ, നമുക്ക് കച്ചവടം ചെയ്ത് ജീവിച്ചാൽ പോരെ. നോക്കൂ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ഏലിയാവ് ആ സ്ത്രീയുടെ, വിധവയായ സ്ത്രീയുടെ ഏക പ്രതീക്ഷയായ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നു, കുഞ്ഞിന്റെ ചിരങ്ങ് മാറി, ചൊറി മാറി, പനി മാറി എന്നല്ല, കുഞ്ഞിലേക്ക് ജീവൻ തിരികെ വന്നു. മീൻസ് ആ കുഞ്ഞു മരിച്ചു പോയിരുന്നു, മരിച്ചവൻ ജീവിച്ചു. നീ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയ ചിലത് ജീവിക്കും. മാതാവേ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നിട്ടുണ്ടെങ്കിൽ, നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ഇല്ലായ്മയിലും മടി കൂടാതെ നീ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മരിച്ചു പോയെന്ന് ലോകം വിളിച്ചു പറയുന്ന നിന്റെ തലമുറ ജീവിക്കും. മരിച്ചു പോയെന്ന് ലോകം പറയുന്ന നിന്റെ ഭർത്താവ് ജീവിക്കും. നിന്റെ
നിന്റെ മക്കൾ ജീവിക്കും. നിന്റെ കുടുംബത്തിനകത്ത് നശിച്ചു പോയെന്ന് പറയുന്നത് ജീവിച്ചെഴുന്നേൽക്കും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നശിച്ചു പോയത് ജീവിച്ചു വരും. ആമേൻ. കൊടുത്തത് വെറുതെ അല്ല. ഈ ലോകത്തിൽ ആർക്കെങ്കിലും അല്ല നീ കൊടുത്തത്. കണക്ക് പുസ്തകം കീറിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പോകുവാൻ അങ്ങനെ ആർക്കെങ്കിലും അല്ല നീ കൊടുത്തത്. നീ ദൈവത്തിൻ്റെ നാമത്തിലാണ് കൊടുത്തതെങ്കിൽ നിന്റെ ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടും. ഹല്ലേലൂയ. അത് തകർച്ചയിൽ തന്നെ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മരിച്ച കുഞ്ഞ് ജീവിക്കുകയാണ്. അത് സ്തോത്രം ഭൗതികമായൊരു കാഴ്ചപ്പാട് മാത്രമല്ല, അതാണ് ഇന്ന് ഏറ്റവും അധികം നിങ്ങൾ ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം. ഒരു ഉയർപ്പ് ആ വീട്ടിനകത്ത് നടക്കുകയാണ്. ആമേൻ. ഉയർക്കപ്പെടും. ആമേൻ. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ട്, നിന്റെ കുടുംബത്തിന് ഒരു ഉയർപ്പുണ്ട്. ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യതയിലേക്കും നീ പ്രവേശിക്കപ്പെടും. അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകം കൊണ്ട് തീരുന്ന കാര്യത്തെക്കുറിച്ചല്ല, ഈ ലോകത്തിൽ അവസാനിക്കുന്ന എന്തിനെങ്കിലും കുറിച്ച് പറഞ്ഞു നേരം കളയുവാനല്ല. അതെ, ആ സ്ത്രീക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് തീർന്നു പോകാത്ത മാവ്, തീർന്നു പോകാത്ത കലവും എണ്ണ വറ്റി പോകാത്ത ഭരണിയും മാത്രമല്ല, നിത്യതയിലേക്കുള്ള ഒരു എൻട്രൻസ് കൂടെ കിട്ടുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അതെ, കൊടുത്ത് അവൾ മഹത്വപ്പെട്ടതുകൊണ്ട്, കൊടുത്ത് അവൾ മാനിക്കപ്പെട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ നാമത്തിനാൽ നിന്ന് അവൾ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കൊടുക്കുന്നവനെല്ലാം ഉയർക്കും. നീ കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ. ഇനി ശിശുവിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്തിനാണ് ശിശുവായി മാറുവാൻ പറയുന്നത്? അത് വലിയവരായി തന്നെ നിങ്ങൾ ഇരുന്ന് നന്നായി ശരിയായി വാ എന്ന് പറയാതെ ശിശുവിലേക്ക് തന്നെ എന്തുകൊണ്ടാണ് ദൈവം മാറുവാൻ പറയുന്നത്? നോക്കൂ, ഇതിനകത്ത് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ അപ്പന്മാരും അമ്മമാരും ഇതിനകത്തുണ്ട്. എൻ്റെ മകനും ഇതിനകത്തിരിപ്പുണ്ട്. അവൻ നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ അതിൻ്റെ മഹത്വം ആർക്കായിരിക്കും കിട്ടുന്നത്? അത് കിട്ടുന്ന ആൾ ഞാനാണ്. കാരണം അവൻ കുട്ടിയായതുകൊണ്ട് അവനെ കാണുന്ന എല്ലാവർക്കും അറിയാം അവൻ്റെ അപ്പനാണ് അവൻ ആ നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ അതിന് ക്രെഡിറ്റ് കിട്ടത്തില്ല. അവൻ നല്ല വസ്ത്രമിട്ട് നടന്നാൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടും. അവൻ നല്ല പഠിച്ചാൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടും. അവൻ നല്ല സ്വഭാവത്തോടെ ജീവിച്ചാൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടും. അവൻ നന്നായി നടന്നാൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടും. കാരണം അവൻ ശിശുവും ഞാൻ മുതിർന്നവനുമാണ്. ഹല്ലേലൂയ. ദൈവവും ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. നീ ശിശുവായാൽ ദൈവം ക്രെഡിറ്റ് എടുക്കുവാനായിട്ട് കാത്തു നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് കിട്ടുന്നതിൻ്റെ ക്രെഡിറ്റ് നീ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം ശിശുവായി മാറുവാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. പ്രിയരെ, ദൈവത്തിൻ്റെ പേര്, ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ ഉയരുന്നില്ല എങ്കിൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറുതെയാണ്. ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ വേണ്ടതല്ലാതെ ഒന്നും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞു പോകട്ടെ. സ്തോത്രം. പ്രിയ സ്നേഹിതനാണ് ലാസർ. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. യേശു ഓടി ബെഥാനിയയിൽ പോയെന്നാണ് പറയുന്നത്. ആമേൻ. അവിടെ നല്ലതൊക്കെ ഉണ്ടല്ലോ. ആമേൻ, ആമേൻ. യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുന്ന, യേശുവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന്, അയ്യോ എന്ത് ചെയ്യണം, യേശു വന്നല്ലോ എന്ന് പറഞ്ഞ് ഓടുന്ന സഹോദരിമാരെ കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അവസാനത്തെ വാക്യങ്ങളിൽ പറയുന്നു. അതേ ഭവനം യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പനി പിടിച്ച് ദീനം ബാധിച്ച് ലാസർ കിടക്കുകയാണ്. മറ്റു പല അത്ഭുത സൗഖ്യങ്ങളുടെ കഥയും വേദപുസ്തകത്തിനകത്ത് ചരിത്രങ്ങളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവിടെയെല്ലാം രക്തസ്രവക്കാരി സൗഖ്യമായി 12 വർഷം ഏറിയ വൈദ്യന്മാരെ കണ്ട് ഉള്ളതെല്ലാം ചിലവഴിച്ച് നശിച്ച് നരകിച്ച് നാറാണക്കല്ല് പിടിച്ചതിന് ശേഷമാണ് യേശുവിൻ്റെ അടുക്കലെത്തിയത്. പക്ഷേ ഞാൻ സന്തോഷത്തോടെ പറയും, ലാസറിന് ദീനം വന്നപ്പോൾ തന്നെ ആദ്യം അറിഞ്ഞത് വൈദ്യന്മാരായിരിക്കത്തില്ല, യേശുവായിരിക്കും. ആമേൻ. യേശുവിൻ്റെ അടുക്കൽ ആളയച്ചത്. യേശുവേ, നിന്റെ പ്രിയപ്പെട്ടവൻ ഇതാ പനി പിടിച്ച് കിടക്കുന്നു. അപ്പോഴിവർ പ്രതീക്ഷിച്ചെന്താ? യേശു വീട്ടിനകത്തിരുന്ന് ഇഷ്ടമുള്ളത് തിന്നാൻ വരുന്നത് പോലെ, അല്ലെങ്കിൽ വചനം പറയാൻ വരുന്നത് പോലെ ഇപ്പം ചാടി ഓടി വരുമെന്നാണ്. ആമേൻ. ചാടാൻ വേണ്ടി കാല് വെച്ചതാ യേശു. അപ്പോഴാലോചിച്ചത്, ഇപ്പം പോയി പനി മാറ്റിയ ഒരു കാര്യവുമില്ല. ആമേൻ. ലാസറിന് പനി മാറ്റിയെന്ന് പറഞ്ഞിട്ട് പനി പറഞ്ഞതും പോണതും ഒക്കെ അതൊക്കെ ആരറിയുന്ന കാര്യം. ഇപ്പം കൊറോണ വരുന്ന പോലെ. കൊറോണ വന്ന സമയത്ത് ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആർക്ക് കൊറോണയാണെന്നോ ആർക്ക് കുറവാണെന്നോ കൂടുതലാണെന്നോ പോലും അറിയാൻ പാടില്ലാത്ത സാഹചര്യം. അപ്പോൾ വരാം, നോക്കിയേ. അപ്പോൾ യേശു ഒരു നിമിഷം ചിന്തിച്ചു, അപ്പോൾ ഇവൻ്റെ പനി മാറ്റിയിട്ട് കാര്യമില്ല. ആമേൻ. ഇവൻ പെട്ടിയിലാവട്ടെ.
ഹല്ലേലൂയ. നമുക്കാ സങ്കടം, യേശുവിന് സങ്കടമില്ല. കാരണം യേശുവിന് അറിയാം, ആമേൻ, അവൻ പെട്ടിയിലാകുമെങ്കിൽ ഞാൻ പെട്ടി തുറന്നവനെ പുറത്തു കൊണ്ടുവരും. അവൻ എൻ്റെ പ്രിയനായതുകൊണ്ട് യേശുവിൻ നാമത്തിൽ അവൻ എൻ്റെ കാൽ കീഴിൽ ഇരുന്നത് കൊണ്ട്, എനിക്ക് വേണ്ടി ഭവനത്തിൽ സ്ഥലം ഒരുക്കിയത് കൊണ്ട് ഞാൻ അവനെ പുറത്തു യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. എവിടം വരെ പിശാച് നിങ്ങളെ വലിച്ചു കൊണ്ടുപോയാലും, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം വരും, അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന പലർക്കും ബൈബിൾ അറിയാം. ഇയ്യോബിൻ്റെ പുസ്തകം എന്നൊരു പുസ്തകം ഇതിനകത്തുണ്ട്. കഷ്ടത സമം ഇയ്യോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തിയോളജിയന്മാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് വലിയ തിയോളജി ഒന്നുമില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്തുള്ളത് തിയോളജി അല്ല, ഭക്തൻ്റെ നിലവിളിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും മാത്രമാണ്. ആമേൻ. ഹല്ലേലൂയ. അവനെല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നു എന്നല്ല ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ നിന്ദിക്കപ്പെട്ടു, അവൻ അപമാനിക്കപ്പെട്ടു, കൂട്ടുകാരന്മാരാൽ അവൻ വിധിക്കപ്പെട്ടു, അവൻ്റെ വിശ്വാസം ത്യജിച്ചു കളയേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നു. വചനം പറയുന്നു, ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഏതറ്റം വരെ നിന്നെ ഒതുക്കുമോ ആ അറ്റത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ തയ്യാറുള്ള ഒരു ദൈവമുണ്ട്. എവിടെ വരെ നീ ഒതുക്കപ്പെട്ടുവോ, എവിടേക്ക് യേശുവിൻ നാമത്തിൽ ആ കഷ്ടതയുടെ പാതാളത്തിൽ നീ വീണുപോയാലും അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്ദയുടെ അപമാനത്തിന്റെ അവസ്ഥയിൽ നീ വീണുപോയാലും അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. ശെബായർ വന്ന് ആടുമാടുകളെ പിടിച്ചോണ്ട് പോയപ്പോൾ ചുള്ളിക്കമ്പെടുത്ത് ദൈവം ഓടിച്ചിരുന്നെങ്കിൽ ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ ഇത്രത്തോളം വേണമെന്ന് പറഞ്ഞ് വായിക്കത്തില്ലായിരുന്നു. ആമേൻ. ദൈവം വെയിറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? നമ്മളെപ്പോലെ 4 പേര് കാണണോ ഇയ്യോബിനെ? ആമേൻ. ചിലർക്ക് വേണ്ടി നിന്നെ നിർത്തിയിരിക്കുക. നിനക്കൊരു ദൈവമുണ്ടെന്ന് ചിലർ കാണുവാൻ വേണ്ടി. കരയുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ കേൾക്ക്. അതെ, നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുക. ചിലർ കാണുവാൻ വേണ്ടി, നിനക്കൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയിക്കുവാൻ. യേശുവിൻ നാമത്തിൽ ലോകത്തോട് വിളിച്ചു പറയുവാൻ. അതെ, ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന്, ഇങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെന്ന്, ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ഭക്തൻ പ്രാപിച്ചെടുക്കുന്നതെന്ന് ദേശത്തോട് പറയാതെ പറയുവാൻ എൻ്റെ ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മുമ്പോട്ട് വെച്ച കാല് ദൈവം യേശു പിൻപോട്ട് വെച്ചത്. ആമേൻ. യേശു പറയാം, എന്തായാലും അവൻ ചാവട്ടെ, ആമേൻ, അവൻ പെട്ടിയിലാകട്ടെ, അത് കഴിഞ്ഞ് അവിടെ പോകാം. പ്രിയരെ, എന്തെങ്കിലും ദൈവം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ നാമം ഉയരുന്നതല്ലാതെ ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് കർത്താവിൻ്റെ നാമം ഉയർന്നില്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷകനാകത്തില്ല. ആമേൻ. കർത്താവിൻ്റെ നാമം ഉയർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകത്തില്ല. കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകത്തില്ല. ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് പലതും പ്രാപിച്ചെടുക്കുവാൻ കഴിയും. നീ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നീ ആലോചിക്കുക, ഇതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയരുമോ? ഞാനിത് പ്രാപിച്ചാൽ, ഞാനിത് ചെയ്താൽ, എൻ്റെ ജീവിതത്തിൽ ഇതുണ്ടായാൽ, എൻ്റെ ജീവിതത്തിൽ നന്മ ഉണ്ടായാൽ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയരുമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം ഉയരുന്ന സാഹചര്യത്തിൽ മാത്രം ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്നവന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അപ്പം ചിലർ പറയും, ഞാൻ ഉയർത്തത്തില്ല, അതുകൊണ്ട് ദൈവം എന്നെ മാനിക്കത്തില്ല. അങ്ങനെയൊന്നുമില്ല. ദൈവം നിന്നെ മാനിക്കും, പക്ഷെ ഉയർത്തുന്നവനാക്കി നിന്നെ മാറ്റും ആദ്യം, യോനയെ പോലെ. ആമേൻ. സ്തോത്രം. ചിലരൊക്കെ പറയും, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെ ആയിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും, ദൈവത്തിന് മാറ്റമൊന്നുമില്ല, പക്ഷേ മഹാകഷ്ടത്തിൽ എടുത്തിടും. ആമേൻ. സ്തോത്രം. അവസാനം പറയാതെ ദൈവം പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയും വിധത്തിൽ. അപ്പോൾ ദൈവം ശിശുക്കളെ പോലെ ആയി വരുവാൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അതേ, അവൻ്റെ പേര് ഉയരുവാൻ. ദൈവത്തിൻ്റെ പേര് ഉയരുവാൻ മാത്രമല്ല, താഴ്ത്തുവാൻ പറഞ്ഞത് ഉയർത്തുവാനാണ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 18-14 വാക്യത്തിൽ പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അവിടെ വേറൊരുത്തൻ തന്നെത്താൻ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പതാരം കൊടുത്തു, ഞാൻ ഉള്ളിയും സ്തോത്രം പറയണ്ട, ഞാൻ ഉപവസിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് വേറൊരുത്തൻ പൊക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാത്ത ഒരു ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ചത്, അപ്പാ ഞാൻ പാപി, നിന്റെ മുൻപിൽ നിൽക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല, നാവെടുത്ത് നിന്റെ പേര് ഉച്ചരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. വചനം പറയുന്നു, അവനെ ദൈവം ഉയർത്തി. ഓ,
താങ്ക് യു ലോർഡ്. അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി, അവൻ ഉയരുവാൻ തക്കവണ്ണം യോഗ്യത ഉള്ളവനായി മടങ്ങി. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ പാരമ്പര്യത്തെയും ആ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുവാൻ തയ്യാറാകുമെങ്കിൽ, ചില പാരമ്പര്യങ്ങളെ വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ അപ്പന്റെ പേരുയരുവാൻ തക്കവണ്ണം താഴ്ത്തുവാൻ തയ്യാറാകുമെങ്കിൽ, മടി കൂടാതെ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം എവിടെയൊക്കെ നീ തകരപ്പെടുന്നുവോ അവിടെയൊക്കെ അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താഴുന്ന നീ ലോകത്തിന് ലോകത്തിന്റെ ചവിട്ടുകൊണ്ട് ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ലോകത്തിന് അവൻ നിന്നെ ചവിട്ടി തേക്കുവാൻ ഇട്ടുകൊടുക്കത്തേയില്ല. ഹല്ലേലൂയ. 11-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് യഹൂദന്മാർ സംസാരിച്ചു തുടങ്ങി. ഇവക്കൊക്കെ ഒരു യേശു ഉണ്ടായിരുന്നു, അവൻ വന്നിരുന്നെങ്കിൽ അവൻ കുരുടന് കാഴ്ച കൊടുത്തതാണ്, അവൻ മറ്റവനാണ്. ഇവരുടെ ജീവിതത്തിൽ മാത്രം അവൻ പ്രവർത്തിച്ചില്ല. അന്ന് തുടങ്ങിയതേ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ പാവപ്പെട്ട 2 പെണ്ണുങ്ങളും കൂടെ അവിടെ നിന്നുള്ളതെല്ലാം വിറ്റ് പറക്കി അർദ്ധരാത്രി ഓടിയനെ. വിറ്റാൽ വിറ്റു, ഇല്ലെങ്കിലും ഓടിയനെ. വിടത്തില്ല. ഓ സ്തോത്ര. അവർക്ക് ചവിട്ടി തേക്കുവാൻ എൻ്റെ യേശു ഇട്ട് കൊടുത്തില്ല എങ്കിൽ, ആ മാർത്ത മറിയമാരെ ഇട്ട് കൊടുത്തില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകത്തിന് ചവിട്ടി തേക്കുവാൻ നിന്നെ എൻ്റെ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. നീ താഴ്ത്തുവാൻ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവാൻ തയ്യാറാണെങ്കിൽ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ ഈ താഴുവാനുള്ള മടി ഇത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആമേൻ. സ്തോത്രം. നമുക്ക് താണു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ പേരൊന്നും കിട്ടത്തില്ല. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം ദൈവത്തിന് എന്നെ കൊടുക്കേണ്ടി വരും. ആമേൻ. അവൻ വളരും, നമ്മൾ അവൻ പലർക്കും താല്പര്യമില്ലാത്തത് അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് തന്നെ. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ അവൻ വളരണം, നിങ്ങൾ കുറയണം. ആമേൻ. അവിടെ നിന്ന് ലോകത്തിന് മുമ്പിൽ നിങ്ങൾ വളരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അവന് മുമ്പിൽ നിങ്ങൾ കുറയുമ്പോൾ ലോകത്തിന് മുമ്പിൽ നിങ്ങൾ വളരുവാനായിട്ട് തുടങ്ങും. പരിഹസിക്കും. ആമേൻ. അവൻ്റെ വാക്ക് നമ്മൾ കേട്ടാൽ, അവനാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതം തന്നെ എൻ്റെ യേശുവിനാണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ലോകം പറയും. ലോകം ചില തീർപ്പുകളൊക്കെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, നിങ്ങൾ അങ്ങനെ മുൻപോട്ട് പോകണം, ആ രീതിയിലായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. ആമേൻ. സംഘടനക്കാർ പറയും ഞങ്ങൾ പറയുന്നത് പോലെ ജീവിക്കണം, ഞങ്ങളുടെ ബായില കേട്ട് ജീവിക്കണം. മറ്റു ചിലർ പറയും, പ്രഗത്ഭർ പ്രശസ്തർ പറയും ഞങ്ങൾ എന്ത് പറഞ്ഞു തരുന്നു അതുപോലെ ആയിരിക്കണം. അതിനപ്പുറം ഒരു മൂണൽ പോലും ഉണ്ടാകരുത്. ഇല്ലെങ്കിൽ പരിഹാസമുണ്ടാകും, നിന്ദയുണ്ടാകും, കളിയാക്കലുണ്ടാകും. എന്നാൽ കേൾക്കണമേ, ലോകം കളിയാക്കുവാൻ തുടങ്ങുമ്പോൾ, ലോകം പരിഹസിക്കുവാൻ തുടങ്ങുമ്പോൾ, നീ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവൻ ആണെങ്കിൽ, ദൈവത്തിനാണ് നിന്റെ സകല പുകഴ്ചയും മാനവും എല്ലാം നീ കൊടുക്കുന്നതാണെങ്കിൽ, എൻ്റെ പേര് ചീത്തപ്പേരായാലും കുഴപ്പമില്ല, ഞാൻ നിന്ദിക്കപ്പെട്ടാലും കുഴപ്പമില്ല, എന്നെ കൂട്ടുകാരെ കളിയാക്കിയാലും കുഴപ്പമില്ല, എന്നെ ഒപ്പമുള്ളവർ പരിഹസിച്ചാലും കുഴപ്പമില്ല, ഞാൻ വചനം വിട്ടൊരു ജീവിതം ജീവിക്കത്തില്ല എന്ന്, ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് മാറി നടക്കത്തില്ല എന്ന് തീരുമാനമെടുക്കുമെങ്കിൽ, നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 8:4 പറയുന്നു, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അറാറത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചു. പാവം ദൈവത്തിന്റെ ശബ്ദം കേട്ടതാ. നോഹയെ വിളിച്ചു. ഓയ്യോ, നോഹ സന്തോഷത്തോടെ വിളി കേട്ടു. ദൈവം എന്നെ വിളിച്ചല്ലോ. വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ഇതാ, നോഹേ നീ ഒരു പെട്ടകം പണിതോ. അപ്പൊ നോഹ ചോദിച്ചു, പെട്ടകം പണിതിട്ട് ഞാൻ എന്ത് ചെയ്യാനാ കർത്താവേ? നോഹയോട് ദൈവം പറഞ്ഞു, വെള്ളപ്പൊക്കമുണ്ടാകും, മഴ പെയ്യും. നോഹ പറഞ്ഞു, കർത്താവേ ആദ്യം മഴ എന്താണെന്ന് നീ പറഞ്ഞതാ, പിന്നെയല്ലേ ബാക്കി കാര്യങ്ങൾ. നോഹയ്ക്ക് ദൈവം ക്ലാസ് എടുത്തു കൊടുത്തു. മഴ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അറബിക്കടലിൽ വെള്ളം പോകും, ആ വെള്ളം ചൂടുകൊണ്ട് ഉയർന്ന് നീരാവിയായിട്ട് മുകളിലോട്ട് പോകും, തണുത്തുറയും താഴോട്ട് പോയും. ഈ ക്ലാസ് എല്ലാം പഠിപ്പിച്ച് പരീക്ഷയും നടത്തി A+ മാർക്കും കൊടുത്തിട്ട്, സ്തോത്രം, ദൈവം ഈ നോഹയുടെ അടുക്കൽ നിന്ന് പോയി. നോഹയുടെ അടുക്കൽ നിന്ന് പോയിട്ട് ഈ ക്ലാസ് കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുവാൻ നോഹയും പോയി. അവർ പറഞ്ഞു, നിനക്ക് നോഹയെ വട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഈ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കത്തില്ല, ഇപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയൊന്നും ഉപവാസമൊന്നും പറഞ്ഞ് നടക്കത്തില്ല, നിനക്ക് വട്ടാണ്, കാലം മാറിപ്പോയി, അങ്ങനെ ഒന്നും നടക്കത്തില്ല, അങ്ങനെ ഒന്നും നടക്കത്തില്ല, അവർക്ക് അങ്ങനെ ഒന്നും നടക്കത്തില്ല. പക്ഷേ നോഹയ്ക്ക് നടക്കും. കാരണം നോഹയോട് സംസാരിച്ചത് ദൈവമാണ്. നോഹ അപമാനത്തിനും പരിഹാസത്തിനും മുൻപിൽ അതേ കാര്യമാക്കാതെ തന്നെ താഴ്ത്തിയത് കൊണ്ട്, നോഹ കളിയാക്കൽ കേട്ടപ്പോൾ എന്തായിരിക്കും വിചാരിച്ചു? അയ്യോ, ഞാൻ നോഹയാണ്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്ദിക്കപ്പെടാൻ പാടില്ല, ഞാൻ അപമാനിക്കപ്പെടാൻ പാടില്ല, ഞാൻ മോശം വാക്കുകൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നിന്നില്ല. പിന്നെ നോഹ വിചാരിച്ചു, അയ്യോ, ദൈവം പ്രതിയല്ലേ, ദൈവത്തിൻ്റെ നാമം മുഖാന്തരമല്ലേ നിന്ന സഹിക്കുവാൻ എനിക്ക് സന്തോഷമാണ്.
കഷ്ടത സഹിക്കുവാൻ എനിക്ക് സന്തോഷമാ, ഉപദ്രവം സഹിക്കുവാൻ എനിക്ക് സന്തോഷമാ. വചനം പറയുന്നു, നോഹയും നോഹത്തിന്റെ കുടുംബവും ഉയർന്നു. ആമേൻ. ആ പർവ്വതത്തിന്റെ ഉച്ചിയോളം നീ ദൈവത്തിന്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ തന്നെ താഴ്ത്തുവാൻ, അവന്റെ വാക്കുകൾക്ക് മുമ്പിൽ നിന്റെ എക്സ്പീരിയൻസിനെ മാറ്റിവെച്ച്, നിന്റെ പഴക്കങ്ങളെ മാറ്റിവെച്ച്, എന്റെ ദൈവത്തിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ നീ ഉയരും, നിന്റെ കുടുംബവും ഉയരും. നോഹയ്ക്ക് വേണ്ടി അരാറാത്തിന്റെ ഉച്ചിയിൽ സ്തോത്രം സ്ഥലമൊരുക്കിയ ദൈവം ദേശത്ത് ചില ഉന്നത സ്ഥാനങ്ങൾ ഉയർത്തി നിന്നെ മാനിക്കും. അതെ, നീ താഴ്ത്തുന്നുവെങ്കിൽ, നീ ദൈവത്തിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നിന്നെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, എന്റെ ദൈവം നിന്നെ ഉയർത്തും. ഓ റാഥാന ഷഖാറാത്തിനെ, യെസ്, യേശുവിൻ നാമത്തിൽ എന്റെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ തലമുറകളെ ഉയർത്തും, നിന്റെ തൊഴിൽ മേഖല ഉയർത്തും, നിന്റെ ആത്മീയ ഭൗതിക ജീവിതത്തെ ഉയർത്തും. ദൈവത്തിന്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറാകുമെങ്കിൽ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആ ഉയർച്ച ഒരു മ്ലേച്ഛതയ്ക്കും എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അറാറത്തിന് മുകളിലേക്കാണ്. താഴ്വരയിൽ മ്ലേച്ഛതയുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഓടിച്ചാൽ അത് ഓടത്തില്ല, അത് താഴ്വരയിൽ ഇങ്ങനെ പരന്ന് കിടക്കുക. ഇവിടെ നിന്നൊരു ഉയർച്ചയുണ്ട്. ആമേൻ. ആ മ്ലേച്ഛതയ്ക്ക് പിടിക്കുവാൻ കഴിയാത്ത, ആ പാപത്തിന് പിടിക്കുവാൻ കഴിയാത്ത, നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടുകെട്ടുകൾക്ക് പിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെയും നിന്റെ തലമുറയും ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കൂട്ടുകെട്ടുകളിൽ പെട്ട് തകർന്നു പോകാതെ നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു ശിശുവിനെ പോലെ, ആമേൻ, മാറി വരുവാൻ. സ്തോത്രം. ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതാ, ഒരു ശിശുവിനെ പോലെ ഒരു മാറ്റം. അവൻ്റെ വാക്കുകൾക്ക് മറക്കാത്ത, അവൻ്റെ വാക്കുകളോട് എതിർത്ത് പറയാത്ത, നോക്കൂ, ചോദ്യം ചെയ്യലില്ലാത്ത ജീവിതമാണ് ശിശുവിൻ്റെ ജീവിതം. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എന്തെങ്കിലും പറഞ്ഞു നോക്കൂ. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ മക്കളാണെങ്കിൽ അവർ അങ്ങോട്ട് വലിച്ചാലും നിങ്ങൾക്ക് അവരെയും എടുത്തുകൊണ്ട് പോകുവാൻ കഴിയും. കുഞ്ഞു മക്കളാണെങ്കിൽ, ഒരു 3 or 4 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമായിരിക്കും നിവർത്തിക്കപ്പെടുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് വരെ പോകുവാനായിട്ട് തീരുമാനിച്ചു ഇറങ്ങുന്നു. നിങ്ങൾക്കൊപ്പം 4 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. കൃത്യസമയത്ത് ബസ് വന്നാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തും. അതേസമയം ആ കുഞ്ഞ് 24 വയസ്സുള്ള ഒരുവനാണെങ്കിൽ ചിലപ്പോൾ 3 ബസ് പോയാലും നിങ്ങൾ അവിടെ എത്തത്തില്ല. ഹല്ലേലൂയ. അവൻ വഴിയിലെത്തുമ്പോൾ തൊട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങും. ബസ് അവൻ്റെ മുമ്പ് നിർത്തിയില്ലെങ്കിൽ അവൻ പറയും, പറ്റത്തില്ല, ഈ ബസ്സിൽ പോകാൻ പറ്റത്തില്ല. കണ്ടക്ടർ അവനെ തുറച്ചു നോക്കിയാൽ പറയും, അവൻ്റെ കണ്ണിങ്ങനെ തള്ളിയിരുന്നു, ഞാൻ ഈ ബസ്സിൽ വരത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും, അപ്പന് വേറെ വേലയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിനകത്ത് കിടന്നേനെ, ഇനിയിപ്പോൾ സിറ്റി പോയിട്ട് എന്താവാനാ. ആമേൻ. മുതിർന്നാൽ ഇതാ ചോദ്യം ചെയ്യും. ആമേൻ, സ്തോത്രം. നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി തന്ന് തർക്കിച്ചുകൊണ്ട് നിൽക്കുവാനൊന്നും കർത്താവിന് താല്പര്യമില്ല. ആമേൻ. ചോദ്യം ചെയ്യുന്നവൻ അത്ഭുതം കാണത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ചോദ്യം ചെയ്യുന്നവൻ അത്ഭുതം കാണത്തില്ല. നീ ശിശുവാണെങ്കിൽ ചോദ്യം ചെയ്യത്തില്ല, എൻ്റെ ദൈവം നിന്നെ അത്ഭുതം കാണിക്കും. അതെ, ആ അത്ഭുതത്തിലേക്ക് നടന്നു കയറുവാനത്രേ ഇന്ന് പകലിലും എൻ്റെ കർത്താവ് നിങ്ങളെ വിളിച്ചത്. നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, പത്രോസ് ഇவ்விധത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയാ, അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിൻ്റെ ഒരു വാക്ക് അതിനു മുമ്പിലുണ്ട്. അതെ, നീ ഒന്ന് വല ഇറക്കി നോക്ക് പത്രോസേ, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ സ്തോത്രം, പത്രോസ് തൻ്റെ അവസ്ഥ പറയുക, യേശുവേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എനിക്കൊന്നും കിട്ടിയില്ല, എങ്കിലും, ആമേൻ, എങ്കിലും നിന്റെ വാക്കിന്. അവിടെ ഒരു ചോദ്യം ചെയ്യലൊന്നുമില്ല. അവിടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പത്രോസ് യേശുവിനോട് പറയുക, യേശു, നീ ആദ്യം പടകിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? നിനക്ക് ഈ പരിപാടി വല്ലതും അറിയാമോ? ആമേൻ. ഞാൻ ജനിച്ച് വളർന്നത് തന്നെ ഗലീല കടലില്ല. എനിക്കറിയാം എവിടെ തിരയുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ മീൻ കാണുമെന്ന്. ആമേൻ. നീ എന്നെ ഇപ്പോൾ പഠിപ്പിക്കാൻ വരണ്ട. നമ്മൾ പലരും ഇതാ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, അതെങ്ങനെ ശരിയാവും, അത് ശരിയാവും, ആ പറഞ്ഞതുപോലെ നടക്കുമോ, ഇന്നത്തെ അവസ്ഥ. ആമേൻ, ഹല്ലേലൂയ. അപ്പോഴത്തെ അവസ്ഥയിൽ മീൻ അവിടെ ഇല്ലെന്ന്. ഹല്ലേലൂയ. മുക്കുവനായ പത്രോസിന് അറിയുന്നതിനേക്കാൾ മറ്റാർക്കും അറിയത്തില്ല, മീനില്ല, അതുകൊണ്ടാവും പരിപാടി നിർത്തി പോകാൻ പോകുന്നേ. മീനില്ല, കടൽ വറ്റിക്കിടക്കുക. വിഴിഞ്ഞത്തൊക്കെ പോയി അവർ പറയും, കടൽ വറ്റിക്കിടക്കുക, ഒന്നുമില്ല. പക്ഷേ അവനൊരു കാര്യം പറയും, എങ്കിലും എനിക്കിതൊക്കെ അറിയാം, ഒന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ബുദ്ധി എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, ഒന്നും നടക്കത്തില്ല, ഒന്നും മാറത്തില്ല, രക്ഷപ്പെടത്തില്ല, ഗുണം പിടിക്കത്തില്ല, നന്നാവത്തില്ല.
ഞാൻ രക്ഷപ്പെടത്തില്ല, എനിക്കറിയാം, എങ്കിലും എൻ്റെ യേശു പറഞ്ഞതുകൊണ്ട്, ആമേൻ, എൻ്റെ യേശു പറഞ്ഞതുകൊണ്ട് ഞാൻ വല ഇറക്കും. ആമേൻ. ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറാണോ? വല നിറയുവാൻ പോകുക, നീ കണ്ട ശൂന്യത മാറുവാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. വല കീറുമാറാകും വിധത്തിൽ പെരുത്ത മീൻകൂട്ടത്തെ നൽകിയ കർത്താവ് ചോദ്യം ചെയ്യാതെ ഇന്ന് പകലിലും അവൻ്റെ കൽപ്പനകൾക്ക് ചോദ്യം ചെയ്യാതെ, അവൻ്റെ ആലോചനകൾക്ക് ചോദ്യം ചെയ്യാതെ, ദൈവവചനത്തെ ചോദ്യം ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക്. അതെ, നീ അത്ഭുതം കാണും. ആമേൻ. ശൂന്യത കണ്ട നിന്റെ കണ്ണ്, ഇല്ലായ്മ കണ്ട നിന്റെ കണ്ണ്, ദാരിദ്ര്യം കണ്ട നിന്റെ കണ്ണ്, കഷ്ടത കണ്ട നിന്റെ കണ്ണ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശിശു അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു. പ്രതിഷ്ഠ ശുശ്രൂഷയിലേക്ക്. ശിശു പ്രതിഷ്ഠ. ആമേൻ. നോക്കൂ, ശിശു പ്രതിഷ്ഠ എന്നൊരു പദം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പദം കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പദം ഇല്ല. അതിനർത്ഥം ഈ കള്ളപ്പെന്തക്കോസ്താറന്മാരെല്ലാം കൂടെ ഞങ്ങളിതാ പറ്റിക്കാൻ പോകുന്നു എന്നും ഇതിനകത്തിരിക്കുന്ന ആരും ചിന്തിക്കരുത്. നോക്കൂ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, ഒപ്പം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളോടുള്ള പ്രതികരണമാണ് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ പെന്തക്കോസ്ത് സഭകളിൽ നടത്തുന്ന ശിശു പ്രതിഷ്ഠ. മനസ്സിലായോ? ഒരിക്കൽ കൂടി പറയാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു തരാം മനസ്സിലാകുവാൻ പാടുള്ളവർക്ക്. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ സ്തോത്രം, ഹല്ലേലൂയ. അതേ വാക്യം തന്നെയാണ് 36-ാമത്തെ അതേ സംഭവം തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. യേശു ശിശുക്കളെ വിലക്കിയില്ല, അതുകൊണ്ട് വിലക്കുവാൻ നമ്മൾ ആരെയും അനുവദിക്കത്തുമില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തുന്ന കാര്യത്തിൽ നമ്മൾ, ആമേൻ, സ്തോത്രം, തടുത്ത് നിർത്തുന്നവരെ മാറ്റി നിർത്തി യേശുവിൻ്റെ അടുക്കൽ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തണം. തടുത്ത് നിർത്തുന്നവരുണ്ട്, ആമേൻ. ശിശുക്കൾക്ക് വേണ്ട പ്രാധാന്യങ്ങൾ കൊടുക്കാതെ മാറ്റി നിർത്തുന്നവരുണ്ട്. അത് നിൽക്കട്ടെ, നമുക്ക് സമയമില്ലല്ലോ, വേഗത്തിൽ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹീതനായൊരു ദൈവദാസൻ ശിശു പ്രതിഷ്ഠയ്ക്ക് നൽകിയ നിർവചനം ഇതാണ്: ക്രിസ്തു എന്ന തലയോളം വളരുവാൻ സഭ എന്ന തോട്ടത്തിൽ കുഞ്ഞുങ്ങളെ നടുന്നു. ആമേൻ. മാതാപിതാക്കളൊക്കെ ഒരുമിച്ചൊന്ന് പറഞ്ഞ്, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ. മാതാപിതാക്കൾ ആരുമില്ലേ ഇതിനകത്ത്? ക്രിസ്തു എന്ന തലയോളം വളരുവാൻ സഭ എന്ന തോട്ടത്തിൽ കുഞ്ഞുങ്ങളെ നടന്നു. അതാണ് ശിശു പ്രതിഷ്ഠ. ആമേൻ. ഈ പറഞ്ഞ ദൈവദാസന്റെ പേര് പാസ്റ്റർ രതീഷ് ആണെന്ന് നിങ്ങൾ ആരുടെ പറയണ്ട, ഭാവിയിൽ നിങ്ങളത് കേൾക്കും. ആമേൻ, സ്തോത്രം. ഇതിപ്പോൾ ഞാനാണെന്ന് വീണ്ടും ഞാൻ പറഞ്ഞു തരേണ്ടി വരും, അതുകൊണ്ട് പോട്ടെ, വിഷയത്തിലേക്ക് വരാം. ആമേൻ. പ്രതിഷ്ഠ എന്ന വാക്കിൻ്റെ അർത്ഥം ഡെഡിക്കേഷൻ എന്നാണ്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സമർപ്പണം. അത് തന്നെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സമർപ്പിക്കുകയാണ്, കാണിക്കയിടുന്നത് പോലെ. ആമേൻ, സ്തോത്രം. കാണിക്കയിട്ടിട്ട് പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ അത്? ആമേൻ. നമ്മൾ കാണിക്കേണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോഴും, നമ്മുടെ പോക്കറ്റിലിരിക്കുമ്പോഴും, പള്ളിക്കകത്തിരിക്കുമ്പോഴും കാണിക്കേണ്ട പൈസ ആരുടെയാ? നമ്മുടേതാ. ഇവിടെ ഇരിക്കുന്ന ബക്കറ്റിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആരുടേതാ? പേര് പറയുന്നില്ല. ആമേൻ. അതുപോലെയാ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാവ്യാത്മകമായിട്ട് പറഞ്ഞാൽ നടുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തോട്ടത്തിൽ നമ്മൾ നടുകയാണ്. പരിശുദ്ധൻ ഇറങ്ങി വരുന്ന തോട്ടം എന്ന സഭയിൽ നമ്മൾ നമ്മെ കുഞ്ഞുങ്ങളെ നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നടുക എന്ന് പറഞ്ഞാൽ ഇത് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിങ്ങനെ റോഡിൽ കൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കുറേ ബോർഡുകൾ ഇങ്ങനെ വെച്ചിരിക്കും. അതിൽ മാതളത്തിൻ്റെ കാ കാണും, അതിൽ റംബുട്ടാൻ്റെ കാ കാണും, മാംഗോസ്റ്റിൻ്റെ കാ കാണും. ഈ ലോകത്തിലില്ലാത്ത കാകളെല്ലാം ഇങ്ങനെ വിളച്ച് നല്ല ഭംഗിയായിട്ട് സ്തോത്രം ഫോട്ടോ എടുത്ത് വെച്ചിരിക്കും. അതിൻ്റെ മുകളിൽ ആ വൃക്ഷത്തിൻ്റെ പേരും തൈയുടെ വിലയും എഴുതിയിരിക്കും. അത് കാണുന്ന ഉടനെ നമ്മളിലെ കർഷകൻ ചാടി പുറത്തിറങ്ങും. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് ഞാൻ തന്നെ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് കയ്യിലില്ലാത്ത പൈസ കൊടുത്ത് 200-400 കൊടുത്ത് റംബൂട്ടാനും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകും. ആമേൻ, സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യും? കുഴി കുഴിച്ച് നട്ടുവയ്ക്കും. എത്ര ദിവസം? 2 ദിവസം അവിടെ പോയി നോക്കും. 1 മാസം കഴിയുമ്പോൾ അവിടെ റംബൂട്ടാനാണോ വേറെ വല്ലതുമാണോ നട്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെയല്ലേ? നമ്മളെല്ലാം നടുന്നവരല്ലേ? നിങ്ങൾ നട്ട എല്ലാത്തിനും നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം കിട്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച ഫലം കിട്ടാത്ത? നടാൻ എളുപ്പമാ, ഫലം കിട്ടണമെങ്കിൽ പരിപാലിക്കണം. ഹല്ലേലൂയ. കൊണ്ട് കുഴിച്ചു വെച്ചെന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ഈ ബഡ് തൈയൊക്കെ
നാടൻ വല്ല മാങ്ങേണ്ടി വല്ലതാണെങ്കിൽ കുഴിച്ചിട്ട് അത് എവിടെ കിടന്നാലും വെയിലത്ത് കിടന്നാലും മുളച്ചു വരും. ഇന്നുള്ളതൊന്നും നാടൻ പിള്ളേരല്ലെന്നേ. ആമേൻ. അതുകൊണ്ട് സ്തോത്രം, അതിനെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിച്ചു കൊടുക്കണം. സ്തോത്രം. വളമിടണം, വെള്ളം കോരണം, പുഴുകുത്താതെ നോക്കണം, കോഴി കിണ്ടാതെ കാത്തിരിക്കണം, ആട് തിന്നുകൊണ്ട് പോകാതെ ശ്രദ്ധ വേണം. ആട് കടിച്ച മാവ് പടും. ആമേൻ. സ്തോത്രം. എത്ര നല്ല തൈ വാങ്ങിച്ച് വച്ചാലും ആട് കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്ന അത് നോക്കണ്ട, അത് പോയി. അപ്പോൾ ഇതെല്ലാം നോക്കി ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ ആമേൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. ഒരുപാട് പറമ്പിൽ നിൽക്കുന്ന ഇങ്ങനെ കാച്ച് ഇങ്ങനെ നിൽക്കും. ആ ഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിപാലിക്കണം. പിന്നെ നട്ടിരിക്കുന്നിടത്ത് തന്നെ വളർത്തണം. സ്തോത്രം. എൻ്റെ മോൻ ഭയങ്കര കൃഷിക്കാരനാണ്. ഞങ്ങളെക്കാളും വലിയ കൃഷിയാണ് മോൻ. ഞങ്ങളെ കൃഷി ചെയ്യുന്ന കാര്യമല്ല, സ്കൂളിൽ നിന്ന് പല പല വിത്തുകളുമായിട്ടൊക്കെ വരും. വളരെ മനോഹരമായ രീതിയിൽ കൃഷി ചെയ്യും. പക്ഷേ അവൻ്റെ വീട്ടിൽ അവൻ വയ്ക്കുന്ന തക്കാളിയുടെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്നതാണെന്ന് അവൻ അപ്പോഴപ്പോഴാ സംശയമുണ്ട്. ആമേൻ. 3 ദിവസം അവൻ 2 ഇല വരുമ്പോൾ അവൻ പിഴുതു നോക്കും, ഉണ്ടോ സാധനം. ആമേൻ. അങ്ങനെ ഒരു 2 തവണയൊക്കെ പിഴാൻ പറ്റും. 3ാമത്തെ തവണയാകുമ്പോൾ വേരെല്ലാം എവിടെ ഇരിക്കും? മണ്ണിൻ്റെ അടിയിലിരിക്കും. പിന്നെ ആ കമ്പ് മാത്രം വരും. 4ാമത്തെ തവണ നോക്കുമ്പോൾ കമ്പും കാണത്തില്ല, ഇലയും കാണത്തില്ല. ആമേൻ. നടുന്നെടുത്ത് ഉറപ്പിച്ച് നിർത്തുക. ആമേൻ. പിഴുതാ പോയി. ഹല്ലേലൂയ. വേര് പകുതി മണ്ണിൻ്റെ അടിയിലിരിക്കും. പലപ്പോഴും പറ്റുന്നതാ. ആമേൻ. ഒരു ആവേശത്തിൽ കൊണ്ടങ്ങ് കുഴിച്ചു വയ്ക്കും. എന്നിട്ടാണ് ചിന്തിക്കുന്നത്, ഇത് വടക്കേ മൂലയിൽ നിന്ന് തെക്കോട്ട് തിരിയണ സ്ഥലമല്ലേ, അപ്പോൾ ഇവിടെ നട്ടാൽ ശരിയാവില്ല. ഉടനെ അവിടെ നിന്ന് തട്ടിപ്പിഴുതുകൊണ്ട് അപ്പുറത്ത് പോകും. അപ്പുറത്താണ് അപ്പുറത്തെ വീട്ടിലൊന്ന് ഒരുത്തം വന്നിട്ട് പറയും, ഇത് കന്നിമൂലയല്ലേ, കന്നിമൂലയിൽ കൂടെ അത് പറ്റത്തില്ല, അവിടെ നിന്ന് വെട്ടി വടക്ക് വശത്ത് കൊണ്ടുവയ്ക്കും. പിന്നെ അവിടെ നിന്ന് വെട്ടേണ്ടി വരത്തില്ല, എടുത്ത് അപ്പുറത്തം കളഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഇതുപോലെയാ. ആമേൻ. സഭയെന്ന തോട്ടത്തിൽ പിള്ളേരെ നടുക മാത്രമല്ല, വളർത്തുകയും ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നട്ട് പരിപാലിച്ച് വളർത്തിയാൽ ഫലം കായ്ക്കും, നിശ്ചയമാണ്. ആമേൻ. ഞാനും ഈ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ ഒട്ടും കുറവുള്ള ആളല്ല കേട്ടോ. എനിക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആമേൻ. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ നാട്ടിൻപുറത്താണ് താമസിക്കുന്നത്. ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. തിന്നാൻ ഒന്നിനും കുറവില്ല. പേരയ്ക്കും മാങ്ങയ്ക്കും ചക്കയ്ക്കും ഒന്നിനും ഒരു കുറവുമില്ല. അങ്ങനെ ഒരുപാട് മാവിൻ്റെ കൊമ്പുകളെയും ഒരുപാട് ജേമ്പയും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങൾ. അന്ന് ഞങ്ങൾ അറിയാത്തവരാരുമില്ല ഞങ്ങളുടെ ദേശത്ത്. ആമേൻ. ഞങ്ങൾ എവിടെ പോയി ഏത് മാവിൻ്റെ മണ്ടയിൽ കയറിയാലും, ഇനി വിശന്ന് ഒരു കരിക്കടത്ത് കുടിച്ചാലും, ഇന്ന കുടുംബത്തിലെ ഇന്ന ആളുടെ ചെറുമക്കളാണെന്ന് പറഞ്ഞ് എടാ മര്യാദയ്ക്ക് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് വിടും. പക്ഷെ ഞാൻ വളർന്ന് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കൊച്ചിനെ ഞാൻ എങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് കാണിച്ചാലും ആർക്കും മനസ്സിലാവത്തുമില്ല. അവനേതെങ്കിലും മാവിൽ കയറി അവന്മാർ പിടിച്ചു വെച്ച് താഴെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് വിടുവോ? മാവിൽ കയറി മാങ്ങ പറിക്കാൻ പോയാൽ വിടുവോ പിള്ളേരെ? ഇന്ന് പിള്ളേരും അങ്ങനെ അയൽവക്കമൊന്നുമില്ല. ഇന്ന് എല്ലാം അവനവനുള്ളതാ. കാരണം ഇന്ന് നടന്ന മാവും അതുപോലെയുള്ളതാ. ഒരു ബഡ് തൈ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 2 കായലേ വരത്തുള്ളൂ. 2 പിള്ളേരുണ്ട് വീട്ടിനകത്ത്, അവർക്ക് തന്നെ കൊടുക്കും. പിന്നെ എങ്ങനെ? അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ ഇതെല്ലാം നട്ടിനി ഇവൻ മതിലിയാടാൻ കയറാൻ പോയി, ഇനി അതൊരു വിഷയമാകണ്ടെന്ന് പറഞ്ഞ് ഞാനെല്ലാം വളർത്തും. വെള്ളമില്ലെങ്കിലും വെള്ളം കോരിക്കൊണ്ട് വെള്ളം വീത്തും, ചാണകം എടുത്തുകൊണ്ട് അങ്ങ് താഴെ തോട്ടിൻ്റെ അവിടെ പോയി ചാണകം എടുത്തുകൊണ്ട് വരും, എല്ലാം കൊണ്ടിട്ട് അങ്ങനെ വളർത്തും. ഇതിങ്ങനെ വളർന്ന് വലുതായി നിൽക്കുമ്പോൾ, റംബൂട്ടാനൊക്കെ ഉണ്ട്, എല്ലാ വൃക്ഷങ്ങളും ഉണ്ട്, വീട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം. ഇതിങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ കായ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിങ്ങനെ നിറയെ ഇലയുമായിട്ട് നിൽക്കുമ്പോൾ ചില വിദ്വാന്മാർ വന്നിട്ട് പറയും, ഇത് വെറുതെ, ഇത് കായ്ക്കത്തില്ല, ഇത് കായ്ക്കത്തില്ല, നീ നട്ടത് വെറുതെയാണ്. പക്ഷേ അവരോടൊക്കെ ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കാച്ചില്ലെങ്കിൽ ഞാൻ കടയിൽ പോയി 10 കിലോ റംബൂട്ടാൻ വാങ്ങിച്ച് ഇതിൻ്റെ മുകളിലൊക്കെ കൊണ്ട് കെട്ടിത്തൂക്കും, എന്നാലും ഞാൻ വെട്ടിക്കളയൂല. ആമേൻ. കാരണം നട്ട് വളർത്തിയവൻ്റെ വേദന അതാ. ആ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. മയിലും കുരങ്ങനും വരെ വന്ന് തിന്നാൻ കിടക്കുന്ന അത് കായ്ക്കുന്നുണ്ട്. ആമേൻ. പരിപാലിച്ചാൽ അത് കായ്ക്കും. അല്പം താമസിച്ചാലും കായ്ക്കും. ചിലർ വിചാരിക്കും അയ്യോ ഞാൻ പരിപാലിച്ചിട്ട് കായ്ച്ചില്ലെന്നേ. അല്പം താമസിച്ചാലും കായ്ക്കും. മണ്ണിനൊക്കെ അതിന് സ്വാധീനം ചെലുത്തുവാൻ കഴിയും, കാലാവസ്ഥയ്ക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയും. കുറേ ദിവസം കഴിയുമ്പോൾ നീ അത് നട്ടിട്ടുണ്ടെങ്കിൽ, പറിച്ചെടുത്തിട്ടില്ല എങ്കിൽ അത് കായ്ക്കുക തന്നെ ചെയ്യും. കാരണം ആ വിത്തിന് സ്വതവേ ഒരു ഗുണമുണ്ട്. ആമേൻ. അത് മണ്ണുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാൽ അത് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. അതിന് ഫലം പുറപ്പെടുവിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടുക. നോക്കിയേ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ആ വിധത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ശിശുവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ സഭ എന്ന തോട്ടത്തിൽ നട്ട ഒരു വിത്തിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ വിത്തിൻ്റെ പേരാണ് ശമൂവേൽ. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഫലം എന്താണ്? അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ച് അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ.
അമ്മയുടെ കണ്ണുനീരിന് കാരണമായെന്നല്ല, അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ തലമുറകളെ നട്ടു വളർത്തി പരിപാലിക്കുമെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിനെ കുറിച്ച്, നിങ്ങളുടെ കഷ്ടപ്പാടിനെ കുറിച്ച്, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങളുടെ തലമുറകൾ അവർ വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അല്പം താമസിച്ചാലും അത് കേട്ടിട്ട് ഇതിനകത്തിരിക്കുന്ന ആരായാലും പോകത്തുള്ളൂ. അല്ലാതെ നിങ്ങളെ പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കെല്ലാം വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ, സ്തോത്രം. ഏതെങ്കിലും മാതാപിതാക്കൾ പറയുമോ, എടാ നീ അവിടെ പോയിരുന്ന് 2 ബെക്ക് വാങ്ങിച്ചടി, അല്ലെങ്കിൽ ആ കൂട്ടുകാരുടെ ഇടയിൽ പേര്, അതൊന്നും പറയത്തില്ല. പിന്നെ നമ്മൾ പള്ളിയിൽ തന്നെ പോകാൻ പറയും, കമ്പൊക്കെ എടുത്ത് വെച്ചിട്ട് പറയും, പോടാ പോ. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ പിള്ളേരെ വളർത്തുന്നത്. എൻ്റെയും ചെറുപ്പകാലത്ത് അങ്ങനെ പറഞ്ഞാൽ വളർത്തിയത്. രാവിലെ എഴുന്നേക്കും, ചവിട്ടി ഉണർത്തി, ആഹാരമൊന്നും കാണത്തില്ല, വീട്ടിലൊന്ന് പറഞ്ഞു വിടും, പള്ളിയിൽ പോടാ. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. ഞാനും എൻ്റെ അനിയനും കുഞ്ഞമ്മയുടെ 2 മക്കളുണ്ട്. ഞങ്ങൾ 3-4 പേരും കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ വരുമ്പോൾ പള്ളി എത്തുന്നതിന് തൊട്ട് താഴെ ഒരു വീട്ടിനകത്ത് നിന്ന് ബ്രിട്ടാനിയ ജയ് ഹനുമാൻ്റെ ഒരു വിളി കേൾക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തായാലും വിശന്നിരിക്കണം, ബ്രിട്ടാനിയയുടെ പടമെങ്കിലും കണ്ടിരിക്കാമെന്ന് പറഞ്ഞ് നേരെ ജയ് ഹനുമാനെ കണ്ടുകൊണ്ടിരിക്കും. ജയ് ഹനുമാൻ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകാമെന്നാണ് ആലോചന. പക്ഷേ ജയ് ഹനുമാൻ കഴിയുമ്പോൾ ആര് വരും? രാമായണം വരും. പിന്നെ പറ്റുമോ കൃഷ്ണൻ, സ്തോത്രം, ഗരുഡൻ്റെ പുറത്ത് കയറി വരുന്നത് കാണണ്ടേ? ആമേൻ. നമ്മൾ ഇങ്ങനെ പലപ്പോഴും വളർത്തുന്ന അവരെ അങ്ങ് തള്ളിവിടുക. നീ പോയി വളരെന്നും പറഞ്ഞു. എങ്ങനെ? വീട്ടിനകത്തിരുന്ന് വെള്ളം വീത്തും പോലെ. ഹല്ലേലൂയ. പറമ്പിൽ വൃക്ഷവും നട്ടിട്ട് വീട്ടിനകത്തിരുന്ന് വെള്ളം വീത്തിയ നടക്കുമോ? ഇപ്പം പറയും ട്രിപ്പ് ഇറിഗേഷനൊക്കെ ഉണ്ട്, സോഫ്റ്റ്വെയർ വെച്ചൊക്കെ ചെയ്യുമെന്ന്. അതൊക്കെ പോട്ടെ. നോക്കിയേ എങ്ങനെയാണ് വളർത്താനുള്ളേ? ഈ സ്തോത്രം, ഇതിനകത്ത് പ്രതിഷ്ഠിക്കുന്ന അപ്പനും അമ്മയുണ്ടോ? ബാക്കി എല്ലാവരും ഉണ്ട്. പ്രതിഷ്ഠിക്കുന്ന അപ്പനെയും കാണാനില്ല, അമ്മയും. അവരെവിടെ പോയി? സ്തോത്രം, നല്ല കാര്യമായി. അപ്പോൾ ഇനി പ്രതിഷ്ഠിക്കാൻ പോകുന്ന മക്കൾക്കാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഇതാണ് നല്ല പണി പാസ്റ്റർമാർക്ക് തരണേന്ന് പറഞ്ഞത്. വരട്ടെ. അപ്പോൾ നോക്കിയേ എങ്ങനെയാ മക്കൾ ദൈവസന്നിധിയിലേക്ക് വരാനുള്ളത്? അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ തൂങ്ങി മക്കൾ ദൈവസന്നിധിയിൽ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനും അമ്മയും ആയിരിക്കണം മക്കളെ കൊണ്ട് ദൈവസന്നിധിയിൽ വരാനുള്ളത്. അല്ലാതെ അപ്പൻ്റെ വടിയോ അമ്മയുടെ തെറിയോ ആയിരിക്കരുത് മക്കളെ ദൈവസന്നിധിയിൽ കൊണ്ടു നിർത്താനുള്ളത്. അപ്പനും അമ്മയും മക്കളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തണം. അത് കണ്ടിട്ട് അവർ തിരിച്ചറിയണം, ഞായറാഴ്ച റോഡിൽ നിൽക്കുന്ന ചേട്ടന്മാരെക്കാൾ വലുതാണ് ദൈവം. ഹല്ലേലൂയ. ഞായറാഴ്ച വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തെക്കാൾ വലുതാണ് ദൈവം. ഞായറാഴ്ച ടിവിയിൽ കൂടെ വരുന്ന പല സാധനങ്ങളെക്കാൾ വലുതാണ് ദൈവം. ഹല്ലേലൂയ. അങ്ങനെ മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ അവരപ്പോഴും ചിന്തിക്കും, അപ്പൻ്റെ കൂട്ടുകാരാണ് വലുത്, ഞാനും വലുതാകുമ്പോൾ അപ്പനെ പോലെ കൂട്ടുകാരെ കണ്ടെത്തും, അപ്പനെ പോലെ ഞാനും പോകും, ഞാനും അമ്മയെ പോലെ ആകും. അങ്ങനെയല്ലേ പിള്ളേർ പറയുന്നേ? ഏതെങ്കിലും പിള്ളേർ ദൈവത്തെ പോലെ ആകുമെന്ന് പറയുമോ? ഇല്ല. അപ്പോൾ അവർ വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർന്ന് കാണിച്ചു കൊടുക്കണം. ആമേൻ. പള്ളിക്കകത്ത് തന്നെ ഇരിക്കണം. 10 മണിക്ക് വന്നാൽ നമ്മുടെ ആരാധന 12 മണിക്ക് തീരുമല്ലോ. ആമേൻ. 10 മണി മുതൽ 12 മണി വരെ ദിവസനിയിൽ ഇരുന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ പിള്ളേർ കാണും. പിള്ളേർ നോക്കുമ്പോൾ ഞായറാഴ്ച രാവിലെ എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ പള്ളിയിൽ ഇരിക്കാനുള്ളതാണ്. ഇതാണെന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ ക്ഷേത്രത്തിലൊക്കെ നടക്കുന്നത്. വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളെല്ലാം കൂടെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് ദീപാരാധന തൊഴാൻ വരും. ഇന്നും പിള്ളേർ അവിടെ എന്തിനാണ് വരുന്നതെന്ന് അവർക്കറിയത്തില്ല. പക്ഷേ വെള്ളിയാഴ്ച ദിവസം ഉണ്ടെങ്കിൽ പിള്ളേർ രാവിലെ വരും. ഹല്ലേലൂയ. എന്താണെന്നുള്ള കാര്യം അറിയുന്നതും അറിയാത്തതൊക്കെ പിന്നീട്. പക്ഷെ അവർക്കറിയാം വെള്ളിയാഴ്ച എന്നൊരു രാവിലെ ഉണ്ടെങ്കിൽ കുളിച്ച് ഒരുങ്ങി ക്ഷേത്രത്തിൽ പോകാനുള്ളതാണ്. ഉദ്ദേശം എന്തോ ആയിട്ട്. പക്ഷെ അവർ പോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ വരാൻ പോലും വലിയ പാടാണ്. ആ ദിവസനിൽ വരാൻ പോലും അങ്ങനെ വലിയ പാടാണ്. അപ്പോൾ എങ്ങനെ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ? നമുക്കറിയാം എങ്ങനെ വളർന്നാൽ ഈ ലോകത്ത് മാന്യമായിട്ട് ജീവിക്കുവാൻ കഴിയും, എങ്ങനെ വളർന്നാൽ ഈ ലോകത്ത് ജീവിതം സുഖകരമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. അതുപോലെ അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മൾ ജീവിക്കുന്നത് കണ്ട് അവർ വളരണം. നമ്മുടെ സ്വഭാവം കണ്ട് അവർ നല്ല സ്വഭാവത്തിൽ വളരണം. നമ്മുടെ നല്ല സ്വഭാവം, നല്ല സംസാരം, നല്ല സംസ്കാരം, നല്ല പ്രവൃത്തി ഇത് കണ്ട് അവർ വളരണം. ആമേൻ. വീണ്ടും പറയാം, ഇതൊക്കെ കണ്ടിട്ടും ചിലത് വളരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇത് വിത്താണ്. ദൈവത്തിൻ്റെ വചനം വിത്താണ്. അത് അതിൻ്റെ സമയത്ത് മുളച്ചോളും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നല്ല വെയിലുള്ള സമയത്ത് ഒരുപാട് മരങ്ങളുള്ള പറമ്പിൽ പോലും നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുട്ടിപ്പുല്ല് പോലും കാണത്തില്ല. ആമേൻ. കാറ്റടിക്കുമ്പോൾ മണ്ണ് പറക്കും. അതിനർത്ഥം അത് മരുഭൂമിയായി മാറാൻ പോവുകയാണെന്നോ?
ഒരു മഴ പെയ്തു നോക്കണം, എവിടെ കൂടെയൊക്കെയാ കിളിർത്ത് വരുന്നതെന്ന്, എന്തൊക്കെയാ കിളിർത്ത് വരുന്നതെന്ന്, അതാ ചോദ്യം. ആമേൻ. ആ ഏരിയയിലില്ലാത്ത പലതും വരെ കിളിർത്ത് വരും. കാരണം ആമേൻ, വെയിലുണ്ടായിരുന്നു, സത്യമാണ്. പൊടിക്കാറ്റടിച്ചു, സത്യമാണ്. ഒരു മുട്ടിപ്പുല്ല് പോലും ഇല്ലായിരുന്നു, സത്യമാണ്. പക്ഷെ വിത്തുണ്ടായിരുന്നു. മഴ വരുമ്പോൾ അത് മുളച്ചു വരും. നീ കൊടുക്കുന്നത് വിത്ത, നീ പാകുന്നത് വിത്ത. ദൈവസന്നിധിയിൽ നിന്റെ തലമുറകളെ കൊണ്ടിരുത്തി അവരുടെ ചെവിയിൽ നീ കേൾപ്പിക്കുന്നത് ദൈവവചനം എന്ന വിത്ത. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് ആ സമയത്ത് കൃത്യമായിട്ട് വളർന്നു വരും. മഴ പെയ്യുമ്പോൾ അത് വളരും. മഴ പെയ്യുമെങ്കിൽ വളരും. 3 വർഷം മഴ പെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് വളരാതിരിക്കത്തില്ല. 4 വർഷം മഴ പെയ്തില്ലെന്ന് പറഞ്ഞ് വളരാതിരിക്കത്തില്ല. എത്ര കാലം കഴിഞ്ഞാലും മഴ പെയ്യുമ്പോൾ അത് വളരും. അപ്പോൾ മാതാപിതാക്കൾക്ക് മാത്രമല്ല, സഭയ്ക്കും ആ ഉത്തരവാദിത്വമുണ്ട്. മക്കളെ എങ്ങനെ ദൈവസന്നിധിയിൽ ചേർത്ത് നിർത്തി വളർത്തണം. നമ്മൾ ആ ദർശനത്തിനൊപ്പമായിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവകൃപയാൽ 12 മണി മുതൽ 1 മണി വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ കിഡ്സ് ചർച്ച് എന്ന അനുഭവത്തിൽ ആയിരിക്കുന്നത്. അവരും ആരാധനയിൽ പങ്കാളികളാകുന്നത്. അതേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം, അവരുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും ആ ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ വൈകുന്നേരം നോക്കിയപ്പോൾ ഒരുത്തനിരുന്ന് ആമേൻ പിള്ളേരെ എഴുത്തും വായനയും പഠിപ്പിക്കുക. ആമേൻ. ട്യൂഷൻ കൂടെ തുടങ്ങി. ദർശനമുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരും. ആമേൻ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സും അതേ പാസ്റ്റർമാരും അതേ സഭയും മാതാപിതാക്കളും ഒരുമിച്ച് നിന്നാൽ തലമുറകൾ വളരും. ആമേൻ. തളർത്തുവാൻ ഒരു പന്ന പിശാചിനും കഴിയത്തില്ല. ഒരു പിശാചിനും ഒരു ലോകത്തിന്റെ മോഹങ്ങൾക്കും. ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഒപ്പം മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞു വേഗത്തിൽ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ശ്രദ്ധിക്കണമേ, ഈ മക്കൾ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കസ്റ്റോഡിയൻ മാത്രമാണ്. അവരെ സംരക്ഷിക്കാനുള്ള ചുമതല മാത്രമാണ് ദൈവസന്നിധിയിൽ നമുക്കുള്ളത്. ആ ലോക മനുഷ്യനാണെങ്കിൽ അവൻ പറയും, ഞാൻ ജനിപ്പിച്ചു, എൻ്റെ മക്കൾ ഞാൻ തല്ലും കൊല്ലും. അത് ഇന്ത്യൻ നിയമം പോലും അംഗീകരിക്കുന്നില്ല. തല്ലിയിട്ടങ്ങ് പോയാൽ മതി, അവന്മാർ നല്ല തല്ല് തരും, ശിക്ഷയും കിട്ടും. പക്ഷേ ദൈവം അതൊട്ടും അംഗീകരിക്കുന്നില്ല. ആമേൻ. നമ്മൾ മക്കളുടെ കസ്റ്റോഡിയൻ മാത്രമാണ്. നമ്മളെ ദൈവം വളർത്തുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ തോട്ടത്തിൽ, അതങ്ങനെ കാവ്യാത്മകമായിട്ട് പറയുകയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടത്, ഏത് തിയോളജി ഒന്നും ചോദിക്കേണ്ട, വലിയ പാടാണ്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ പൂക്കളായിട്ട് വിടർന്ന് നിൽക്കുമ്പോൾ ദൈവം ഇങ്ങനെ താഴോട്ട് നോക്കി. ഇതൊക്കെ വളർന്ന് വലുതായല്ല, ആരാണ് ഇതിനെയൊക്കെ വളർത്തി വലുതാക്കുവാൻ പോകുന്നത്? ദൈവം ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ആരണ്യയും സ്തോത്രം എബിയെയും കണ്ടു. 2 പേരും കണ്ടപ്പോൾ ദൈവത്തിന് സന്തോഷമായി. എന്താ, ഈ കുഞ്ഞിനെ നേരെ ആരണ്യയുടെ എബിയുടെയും കയ്യിൽ കൊടുക്കാം, ഇവര് ആമേൻ വളർത്തിക്കൊള്ളു. ഉടനെ സ്വർഗത്തിൽ എന്തായിരിക്കും സംഭവിക്കണേ? സ്വർഗത്തിൽ ആരുണ്ട്? ദൂതന്മാരുണ്ട്. ദൂതന്മാരെല്ലാം കൂടെ കൈയടിക്കും. ദൈവമേ, നിന്റെ തീരുമാനം നല്ലത്. ഓ, നീ നല്ല മാതാവിനെയും പിതാവിനെയും കണ്ടെത്തിയല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് പുകഴ്ച കൊടുക്കും. ദൂതന്മാരെങ്ങനെയാ? നമ്മളെ പോലെയൊന്നുമല്ല. ഉടനെ ദൈവത്തോട് പറയില്ല, നീ പെട്ട് ദൈവമേ, ആരണ്യ എബിയും കൂടെ നിനക്ക് പണി തരുമെന്ന് പറയത്തില്ല. പിന്നെ ദൂതന്മാരെല്ലാം കൈയടിച്ച് സപ്പോർട്ട് ചെയ്യും. അവർ വളർത്തുന്നേ, അവർ അനുഗ്രഹമായിട്ട് വളർത്തും. നീ കണ്ടെത്തിയെങ്കിൽ അത് കണ്ടെത്തൽ തന്നെയാണ്. ദൈവത്തിൻ്റെ കണ്ടെത്തലാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കണ്ടെത്തലാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ അവൻ്റെ മക്കളായി തന്നെ അവൻ്റെ സന്നിധിയിൽ അവനെ വളർത്തുക. ഹല്ലേലൂയ. നമുക്കൊരു അവകാശവും ഇല്ല എന്നുള്ള ബോധം വേണം. പണ്ട് ഇപ്പോൾ ബേബി ആൻറ്റിക്കൊക്കെ അറിയാമായിരിക്കും, പഞ്ചായത്തിൽ നിന്ന് ആട് കൊടുക്കും. എന്തിനാ ആട് കൊടുക്കുന്നത്? ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വെട്ടിപ്പറച്ച് തിന്നാനാണോ? അല്ല. ആട് കൊടുക്കുന്നത് വളർത്തി വലുതാക്കിയിട്ട് ഒരു കുട്ടിയെ എടുത്തിട്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെയല്ലേ? ആമേൻ. അങ്ങനെയല്ലേ? അപ്പോൾ ആടിനെ വളർത്തി മര്യാദയ്ക്ക് കൊടുത്താൽ എന്ത് കിട്ടും? കോഴി കിട്ടും. കോഴിയെ വളർത്തി ശരിയാക്കി കൊടുത്താൽ എന്ത് കിട്ടും? കോഴിക്കൂട് കിട്ടും, പശു കിട്ടും, തൊഴുത്ത് കിട്ടും, വീട്ടിലുള്ള മെയിൻ്റനൻസ് കിട്ടും. അവർ തരുന്നത് നേരാവണ്ണം വളർത്തി കൊടുത്താൽ ഇങ്ങനെയൊക്കെ കിട്ടും. ഇനി വെട്ടിക്കൊന്ന് തിന്നാലോ? കിട്ടുന്നതിനെക്കുറിച്ച് പറയണ്ട. ഇതുപോലെ തന്നെ ദൈവം തരുന്ന മക്കളെ നല്ലവണ്ണം വളർത്തിയാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തരും. ആമേൻ. ഈ മക്കൾ മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് മക്കളെ തരുന്നത്. ഓ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ മക്കളെ നേരാവണ്ണം വളർത്തിയാൽ മാത്രം മതി. ദൈവം എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തരും. ഒന്നിനും കുറവില്ല. നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഉടമ്പടിയാണ് ദൈവം മക്കളായിട്ട് കുഞ്ഞായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആ കുഞ്ഞിനെ നേരാവണ്ണം വളർത്തുക. 2 പേരും കൂടെ ഒരുമിച്ച് പള്ളിക്കകത്ത് കുഞ്ഞിനെ കൊണ്ടുവരിക. ആലയമാകുന്ന തോട്ടത്തിൽ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുക. 2ാമത്തെ കാര്യം എല്ലാവർക്കും വേണ്ടി പറഞ്ഞ് വേഗത്തിൽ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ കാണണം കേട്ടോ. ആമേൻ. 4 വയസ്സുള്ള കുട്ടിയെ 40 വയസ്സുള്ള ആൾ അവനെ പോലെ ആക്കാനും ആവാനും ശ്രമിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് 30 വയസ്സുണ്ട്, എൻ്റെ കുഞ്ഞിന് 3 വയസ്സുണ്ട്. ഉദാഹരണം പറഞ്ഞതാണ്. ആമേൻ. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, എൻ്റെ മോൻ എന്തുകൊണ്ട് എന്നെ പോലെ ആവുന്നില്ല? അതെങ്ങനെ ശരിയാവും? 3 വയസ്സുകാരൻ എങ്ങനെ 30 വയസ്സുള്ള എന്നെ പോലെ ആവും? 3 വയസ്സുകാരൻ 3 വയസ്സുകാരനാണ്. ആമേൻ. അവൻ ഒരിക്കലും 30കാരനാവത്തില്ല. അവൻ ആവണമെങ്കിൽ നമ്മൾ 60കാരനാകണം. എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും നമ്മളെ ഒപ്പം വരത്തില്ല. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ 3നെ 30 ആക്കാൻ വേണ്ടി പെടുന്ന പാട്.
അങ്ങോട്ടിടിക്കുന്നു, ഇങ്ങോട്ട് ചവിട്ടുന്നു, അങ്ങോട്ട് തൊഴിക്കുന്നു, ഇങ്ങോട്ട് കുത്തുന്നു, എന്തല്ല എന്ന് പറഞ്ഞ് ഇത് അങ്ങനെ ആവുമോ? ഇതൊക്കെ ആയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. 3 വയസ്സുള്ള നമ്മളെ കൊച്ചിറങ്ങി നിന്നിട്ട് രാത്രി 10 മണിയാകുമ്പോൾ എന്നാൽ ഞാൻ റോഡിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പറയും കർത്താവ് അവൻ കുട്ടിയല്ലേ, എന്ത് കുട്ടിയാവാത്തത്? കുട്ടിയായിരിക്കുമ്പോൾ പറയും കർത്താവെ വലുതാവാൻ വേണ്ടി. കുട്ടിയായിട്ട് തന്നെ ഇരിക്കട്ടെ, നമുക്ക് വലിയവരായിട്ടും ഇരിക്കാം. ആമേൻ. നമ്മുടെ റോളൊന്നും കുട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കുട്ടി തന്നെയാണ്. കുട്ടി ബഹളം വയ്ക്കും, കുട്ടി ചാടും, കുട്ടി ഓടും, കുട്ടി തുള്ളും, കുട്ടി വീഴും. ആമേൻ. അത് കുട്ടിയായതുകൊണ്ടാണ്. അപ്പോൾ വലിയവരെന്ത് ചെയ്യണം? അപ്പോൾ നമുക്കും അങ്ങനെ കുട്ടിയാവണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിയിട്ട് അവിടെ പോയി ചാടണം, ഓടണം, മറിയണം. ആമേൻ. എന്നിട്ട് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണം. കുട്ടി വീണ് അല്പം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. നിങ്ങൾ വീണ എഴുന്നേറ്റ് പോകില്ല, പിന്നെ ആംബുലൻസ് വരേണ്ടി വരും കൊണ്ടുപോകാൻ. അതാണ് കുട്ടിയും നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പം കുട്ടിയാണ്, നിങ്ങളാണ്. അപ്പം നമ്മൾ അപ്പനും അമ്മയാണ്, കുട്ടികളാണ്. കുട്ടികളെ വലിയവരാക്കാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് വരണ്ട, നമ്മൾ കുട്ടിയാകാൻ വേണ്ടിയും പെടാപ്പാട് വരണ്ട. അപ്പോൾ കുട്ടികളായിട്ട് തന്നെ കണ്ട് വളർത്തുക. എബിയോടും ആരണ്യോടും മാത്രമല്ല ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോടും എല്ലാം പറയുവാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. ആമേൻ. അത് തിരിച്ചറിയുന്നത് കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന ഉപമയിലൂടെ. എന്താ? 99 അല്ല 100 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് കുട്ടിയായിരുന്നു, ഒന്ന് ചാടിപ്പോയി. അപ്പോൾ കർത്താവിനറിയാം ഇവൻ ചാടിപ്പോയത് അവൻ കുട്ടിയായതുകൊണ്ടാണ്. ആമേൻ. അപ്പോൾ ഇവനങ്ങ് വിട്ടുകളഞ്ഞാൽ ശരിയാവത്തില്ല, ചാടിപ്പോയതിൻ്റെ പിന്നാലെ പോകും. നമ്മളാണെങ്കിലോ ഈ 99 ഉണ്ടല്ലോ, നീ പോടാ പോ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും വിട്ടുകളയരുത്. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കവരെ ഏൽപ്പിക്കുവാനുള്ളവരാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ശിശു പ്രതിഷ്ഠയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.